ഗുഡ് ഈവനിങ് ലേണേഴ്സ്. ഇന്ന് നമ്മൾ ബ്ലോക്ക് 2 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ആദ്യത്തെ ടോപ്പിക്കാണ് ഡെമോഗ്രാഫിക് ഫീച്ചേഴ്സ്. ഡെമോഗ്രാഫി മീൻസ് ദ സ്റ്റഡി ഓഫ് പോപ്പുലേഷൻ, ദ സയന്റിഫിക് സ്റ്റഡി ഓഫ് പോപ്പുലേഷൻ. അതാണ് നമ്മൾ പറയുന്നത്. ജനസംഖ്യയെ കുറിച്ച് വിവിധ കാര്യങ്ങൾ നമ്മൾ പഠിക്കുക, അതാണ് ഡെമോഗ്രാഫി എന്ന് പറയുന്നത്. അതിൻ്റെ ഉദ്ദേശവും അത് തന്നെയാണ്. ഡെമോഗ്രാഫി മീൻസ് ദ സയന്റിഫിക് സ്റ്റഡി ഓഫ് ഹ്യൂമൻ പോപ്പുലേഷൻ with respect to size, structure, development. അപ്പോൾ ഇത് നമ്മുടെ രാജ്യത്തിൽ എന്തുമാത്രം ജനസംഖ്യയുണ്ട്, ഈ ജനസംഖ്യ എങ്ങനെയാണ് കമ്പോസ് ചെയ്തിരിക്കുന്നത്, എത്ര കുട്ടികൾ, എത്ര യങ്സ്റ്റേഴ്സ്, എത്ര ലേഡീസ്, എത്ര ഏജഡ് ആയിട്ടുള്ള ആളുകൾ. ദെർഫോർ ഇക്കണോമിക് ഗ്രോത്തിനും ഡെവലപ്മെന്റ്. ദെർഫോർ നമ്മൾ എന്താ പറയുന്നത്, പോപ്പുലേഷൻ ഇസ് ബോത്ത് ദ മീൻസ് ആൻഡ് ദ എൻഡ് ഓഫ് ഇക്കണോമിക് ഡെവലപ്മെന്റ്. ഏതൊരു രാജ്യത്തിന്റെ സാമ്പത്തിക പുരോഗതിക്ക് ജനസംഖ്യയാണ് ഇക്കണോമിക് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് സഹായിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഇക്കണോമിക് ഡെവലപ്മെന്റ് ഫലം യഥാർത്ഥത്തിൽ എൻജോയ് ചെയ്യുന്നതും ആ രാജ്യത്തിലെ ജനസംഖ്യ തന്നെയാണ്. നമ്മൾക്കറിയാം, എല്ലാ 10 വർഷവും നമ്മുടെ രാജ്യം സെൻസസ് റിപ്പോർട്ട് അവതരിപ്പിക്കുന്നുണ്ട്. നമുക്ക് ലാസ്റ്റ് അവൈലബിൾ ആണ് ഒരു 12 വർഷം ഒഫീഷ്യൽ ഡേറ്റ നമുക്ക് കിട്ടാനായിട്ട്. ഇനി അപ്പോൾ 12 വർഷത്തെ ഒഫീഷ്യൽ ഡേറ്റ നമുക്ക് കിട്ടാനുണ്ട്. ഇപ്പോൾ പോപ്പുലേഷനൊക്കെ നമ്മൾ ഇപ്പോൾ പറയുമ്പോൾ ഇതിനകത്തൊക്കെ ബുക്കിനകത്ത് എഴുതിയിട്ടുണ്ടാകും, നമ്മൾ ബിഹൈൻഡ് ചൈന, വി ആർ സെക്കൻഡ് പോപ്പുലേറ്റഡ് കൺട്രി ഇൻ ദ വേൾഡ് എന്നൊക്കെ പറയുമ്പോൾ അത് തെറ്റാണ്. കാരണം വി ഹാവ് ഓവർടേക്കൻ ചൈന ഇൻ ദ കേസ് ഓഫ് പോപ്പുലേഷൻ. അപ്പോൾ സൈസ് ഓഫ് ദ പോപ്പുലേഷൻ നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് 1.43 ബില്യൺ ആണ്. ചൈനയിൽ 1.4 ബില്യൺ ഉള്ളപ്പോൾ ഇവിടെ നമുക്ക് 1.43 ബില്യൺ ആണ്. ഇനി ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ, ജനസാന്ദ്രത. വേഗം പോകണം, അല്ലെങ്കിൽ കാരണം വെച്ചാൽ നമ്മൾ വളരെ വളരെ പിന്നോട്ടാണ് ഇടയ്ക്ക് വെച്ചിട്ടുണ്ട് പോകേണ്ടത്. 69. മനസ്സിലായോ? നമ്മൾ ഇപ്പോൾ 4ാമത്തെ 60 കഴിഞ്ഞിട്ട് നമ്മൾ 90 പേജ് വരെ നമ്മൾ ഇപ്പോൾ തീർക്കേണ്ടതാണ്. എന്നാലേ 4 ദിവസം 90 അല്ല 120 പേജ് തീർക്കണം. അപ്പോൾ പോപ്പുലേഷൻ നമ്മളെ സൈസ് ആൻഡ് ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ മീൻസ് ജനസാന്ദ്രത. ഒരു ആവറേജ് 1 കിലോമീറ്ററിൽ എത്ര ആളുകൾ ജീവിക്കുന്നുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ധാരാളം വ്യത്യാസങ്ങളുണ്ട്. ചില സ്റ്റേറ്റുകൾ വളരെ തിക്ലി പോപ്പുലേറ്റഡ് ആണ്, മറ്റതെല്ലാം വളരെ വളരെ ചെറുതാണ്, സ്പാർസിലി പോപ്പുലേറ്റഡ് ആണ്. നോക്കിയാൽ ദ സ്റ്റേറ്റ്സ് ഓഫ് ബീഹാർ 11.06 മാത്രമേ ഉള്ളൂ. വെസ്റ്റ് ബംഗാളിൽ 10.28 ഉണ്ട്. മിസോറാമിൽ 52. അരുണാചൽ പ്രദേശിൽ 1 സ്ക്വയർ കിലോമീറ്ററിൽ വെറും 17 പേര് മാത്രമേ താമസിക്കുന്നുള്ളൂ. നേരെ മറിച്ച് മറ്റ് രാജ്യങ്ങളിലെല്ലാം വളരെ ആസ് പെർ ദ സെൻസസ് റിപ്പോർട്ട് ദ ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ ഇസ് 382 ആണ്. മനസ്സിലായോ? ഇന്ത്യയിൽ അപ്പോൾ ഇന്ത്യയിൽ യഥാർത്ഥത്തിൽ 82 ആണ്. പക്ഷെ വേൾഡ് ബാങ്കിന്റെ കണക്കനുസരിച്ച് ഇന്ത്യയിൽ 440, 2016. കാരണം നമ്മുടെ കൈവശമുള്ളത് 2011 നമ്മൾക്ക് ഇതിന്റെ ജനസാന്ദ്രത 415 ആണ്. ഇനി ഗ്രോത്ത് ഓഫ് പോപ്പുലേഷൻ നമുക്കറിയാം, 2 കാര്യങ്ങൾ കൊണ്ട് പ്രധാനമായിട്ട് ജനസംഖ്യ വർദ്ധിക്കുന്നു. ഒന്ന് നാച്ചുറൽ ബർത്തും നാച്ചുറൽ ഡെത്തും. ഡെത്ത് റേറ്റ് കുറച്ചിട്ടുണ്ടെങ്കിൽ ജനസംഖ്യ കൂടും, ഡെത്ത് റേറ്റ് കൂടിയ ജനസംഖ്യ കുറയും. അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കോസാണ് മൈഗ്രേഷൻ എന്ന് പറയുന്നത്. സോ ദെർഫോർ ദാറ്റ് ഈസ് ഇറ്റ്. അപ്പോൾ 2 കാര്യങ്ങൾ കൊണ്ട് ഒരു രാജ്യത്തെ ജനസംഖ്യ വർദ്ധിക്കാനായിട്ട് സാധ്യതയുണ്ട്. ചേഞ്ച് ഇൻ ദ സൈസ് ഓഫ് പോപ്പുലേഷൻ ഈസ് ഓവർ ടൈം ഈസ് എക്സ്പ്രസ്ഡ് ആസ് എ പെർസെൻറ്റേജ് ടു ഇറ്റ്സ് ബേസ് ഇയർ വാല്യൂ. ഇറ്റ് ഈസ് കോൾഡ് ദ ഗ്രോത്ത് ഓഫ് പോപ്പുലേഷൻ ആൻഡ് ദ ഫോർമുല ആൻഡ് ഓൾ ദീസ് തിങ്സ് ആർ ഗിവൺ ഹിയർ. whenever you get time you actually do that. So population in India എത്രയാണ്? 1028 മില്യൺ 2001. പക്ഷെ ജനസംഖ്യ ഗണ്യമായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. പക്ഷേ ആ വർധനവിന്റെ തോത് സം സ്റ്റേറ്റ്സ് ഹാവ് എക്സിബിറ്റഡ് ഹയർ ആവറേജ് ആനുവൽ ഗ്രോത്ത് റേറ്റ് ദാൻ ദ നാഷണൽ ഗ്രോത്ത് റേറ്റ്. നമ്മൾ പറഞ്ഞ ഇന്നത്തെ നമ്മളുടെ 2011 കണക്കനുസരിച്ച് നമ്മൾക്ക് ഏകദേശം ഗ്രോത്ത് റേറ്റ് വളരെ വളരെ കൂടുതലാണ്. എന്നിരുന്നാലും നമ്മൾ പറയുന്നത് uniformly the same across the states. Some states ഭയങ്കര ആവറേജ് ആനുവൽ ഗ്രോത്ത് റേറ്റ് വളരെ that is -0.6% ആണ്. ഇനി നമ്മൾ വൈറ്റൽ സ്റ്റാറ്റസ് പോപ്പുലേഷൻ സംബന്ധിച്ച്
സ്റ്റാറ്റിസ്റ്റിക്സ്. 4 പ്രധാനമായിട്ടുള്ള വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മൾ കാണേണ്ടത്. ഒന്ന് ഫെർട്ടിലിറ്റി റേറ്റ്, പിന്നെ ക്രൂഡ് ബർത്ത് റേറ്റ്. ഫെർട്ടിലിറ്റി റേറ്റ്സിന് 4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്ന് CBR ക്രൂഡ് ബർത്ത് റേറ്റ്, രണ്ടാമത്തത് എന്താണ് ജനറൽ ഫെർട്ടിലിറ്റി റേറ്റ്, മൂന്നാമത് ഏജ് സ്പെസിഫിക് ഫെർട്ടിലിറ്റി റേറ്റ്, നാലാമത്തത് ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ്. അങ്ങനെ 4 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾക്ക് ഇതിനകത്ത് കണ്ടുവരേണ്ടത്. എന്താണ് ഫെർട്ടിലിറ്റി റേറ്റ്സിൽ. ആദ്യമായിട്ട് നോക്കാം എന്താണ് ക്രൂഡ് ബർത്ത് റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ക്രൂഡ് ബ്രേത്ത് ഒരു സ്ഥലത്തെ ക്രൂഡ് ബർത്ത് റേറ്റ്, ഒരു രാജ്യത്തിന്റെ ക്രൂഡ് ബെൽറ്റ് എന്ന് പറഞ്ഞ ക്രൂഡ് ബർത്ത് റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് ലൈവ് ബേർഡ്സ് ഇൻ ദാറ്റ് ഏരിയ in that year or time per 1000 population. മനസ്സിലായോ? എല്ലാം ജനസംഖ്യ അല്ലെങ്കിൽ ഡെത്ത് റേറ്റ്, ബർത്ത് റേറ്റ്, പിന്നെ ഫെർട്ടിലിറ്റി റേറ്റ്, ഇതെല്ലാം പെർ 1000-ലാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. സോ ദിസ് ഈസ് ദ ഡെഫിനിഷൻ ദാറ്റ് ഈസ് ഗിവൺ. ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് ലൈവ് ബേർഡ്സ് ഇൻ ദാറ്റ് ഏരിയ ഇൻ പെർ 1000 പോപ്പുലേഷൻ. ഒരു പ്രത്യേക സമയത്ത് എന്തുമാത്രം ജനങ്ങളാണ് അവിടെ ജനിക്കുന്നത് പെർ 1000 വെച്ച് നോക്കും. അതാണ് നമ്മുടെ 1000 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും എത്രയാണ് നമ്മൾക്ക് ആ സമയത്തുള്ള ജനസംഖ്യ എന്ന് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾക്ക് യഥാർത്ഥത്തിൽ നമുക്ക് കിട്ടും. അതിൻ്റെ CBRന്റെ ഫോർമുലയാണ് B divided by P into 1000. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ലൈവ് ബേർഡ്സ് geographical ഏരിയയിലുള്ളത്. then time frame it is usually 1 year and P is the mid-year population that is defined because of the space and time. ഈ സമയത്താണ് എടുക്കുന്നത്. then ക്രൂഡ് ബർത്ത് റേറ്റിൽ ഗണ്യമായിട്ടുള്ള കുറവ് വന്നിട്ടുണ്ട്. നമ്മുടെ രാജ്യത്തിൽ ക്രൂഡ് ബർത്ത് റേറ്റിൽ ഗണ്യമായിട്ടുള്ള കുറവ് വന്നിട്ടുണ്ട്. ആ കുറവ് വരാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്താണ്? ഒന്ന് ഫാമിലി പ്ലാനിങ്. 1965-66 നമ്മൾ ഇന്ത്യയിൽ ഫാമിലി പ്ലാനിങ് തുടങ്ങിയപ്പോഴാണ്. അതിപ്പോൾ കുറച്ചും കൂടെ ജനങ്ങൾ അതിനെക്കുറിച്ച് അവെയർ ആക്കിയിട്ടുണ്ട്. ദെൻ the spread of literacy and increase in education level among the people. മുൻകാലങ്ങളിൽ പെൺകുട്ടികൾ പ്രത്യേകിച്ച് 4ാം ക്ലാസ് കഴിഞ്ഞ വിദ്യാഭ്യാസ സ്ഥാപനത്തൊന്നും വിടുകയൊന്നുമില്ല. 15 വയസ്സിലും 18, 16 വയസ്സിലും 13 വയസ്സിലൊക്കെ അവരെ കല്യാണം കഴിച്ചെടുക്കും. അപ്പോൾ അവർക്ക് ലോങ് ചൈൽഡ് ബെയറിംഗ് പീരീഡ് ഉണ്ട്. കാരണം യൂഷ്വലി ദ ചൈൽഡ് ബെയറിംഗ് പീരീഡ് ഈസ് ബിറ്റ്വീൻ 15 and 49 years. നേരത്തെ കല്യാണം കഴിച്ചു വിടുന്ന കാരണം ആദ്യത്തെ ഇനീഷ്യൽ സ്റ്റേജിൽ ചൈൽഡ് ബെയറിംഗ് കപ്പാസിറ്റി കുറവാണെങ്കിലും ടുവേർഡ്സ് 30 years ഒക്കെ ആകുമ്പോൾ ചൈൽഡ് ബെയറിംഗ് കപ്പാസിറ്റി ഗണ്യമായിട്ട് കൂടും. അത് കുറഞ്ഞ് ഏകദേശം 40 വയസ്സാകുമ്പോൾ ഏകദേശം മിക്കവരുടെയും ഈ പ്രഗ്നൻസി പീരീഡ് ഏകദേശം അവസാനിക്കുകയും ചെയ്യും. അപ്പോൾ ക്രൂഡ് ബർത്ത് റേറ്റ് ഒന്ന് എന്താണ്? സ്പ്രെഡ് ഓഫ് ലിറ്ററസി. മൂന്നാമത് ഇൻക്രീസിങ് അവയർനെസ് അമംഗ് ദ പീപ്പിൾ ഫോർ അഡാപ്റ്റിംഗ്. ചെറിയ കുടുംബം നല്ല കുടുംബം എന്നൊക്കെയുള്ള ആ അവയർനെസ് ജനങ്ങൾക്ക് മനസ്സിലാവും. എന്തുകൊണ്ടാണ്? പ്രധാനമായിട്ട് ലിറ്ററസി വർദ്ധിച്ച കാരണം. ദെൻ കൂടുതൽ സ്ത്രീകൾ ഇപ്പോൾ ജോലിക്ക് പോകാൻ തുടങ്ങി. അപ്പോൾ അവർക്ക് മുൻപത്തെ പോലെ പല സ്ത്രീകളും ജോലിക്ക് പോകുന്നില്ല. മുമ്പത്തെ പോലെ ഇങ്ങനെ എല്ലാ വർഷമോ അല്ലെങ്കിൽ 1.5 വർഷമോ 2 വർഷമോ പ്രസവം ഒക്കെ ചെയ്യാനായിട്ട് അവർക്ക് ചിലപ്പോൾ അതിനുള്ള ലീവ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കിട്ടാൻ കാരണം പീപ്പിൾ ആർ നൗ ഗിവിംഗ് മോർ ഇമ്പോർട്ടൻസ് ഫോർ after having 1 or 2 children, now they prefer to go for job, paid work. Then increasing opportunity cost. മറ്റേ അങ്ങനെയല്ല. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് ആണ്. പണ്ടെല്ലാം ഗ്രാമപ്രദേശങ്ങളിൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റിനെ കുറിച്ച് പറയും. ഒരു ഉദാഹരണം പറയുന്നത്, പണ്ടെല്ലാം ഗ്രാമപ്രദേശങ്ങളിൽ ആദ്യം ഒരു കുട്ടി ഉണ്ടാവും, ഒരു ഉടുപ്പ് മേടിച്ചിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ കുട്ടി ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും അത് തന്നെ ഉടുപ്പിക്കും. കാരണം അവർ ഇതവിടെ ഗോയിങ് ഔട്ട്, ഈറ്റിങ്ങിനൊന്നും പുറത്തൊന്നും പോകാറില്ല, ടൂറൊന്നും പോകാറില്ല. ഗ്രാമപ്രദേശം അവിടെ തന്നെയാണ് കഴിയുന്നത്. പിന്നെ കൃഷിയാണ് പ്രധാനപ്പെട്ട ജോലി. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ഇഷ്ടംപോലെ നെല്ലും അരിയുണ്ട്. അതുകൊണ്ട് കഞ്ഞി വേവിച്ചിടും, കുട്ടികൾ കയറി ഇറങ്ങി തിന്നും, ഉടുപ്പ് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയൊക്കെ ഇടും. അപ്പോൾ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓഫ് ചൈൽഡ് ബെയറിംഗ് ആൻഡ് റിയറിംഗ് ഓഫ് ഇൻക്രീസിങ് അതെല്ലാം ഗണ്യമായിട്ട് വർദ്ധിച്ചു. ഓക്കെ, therefore compared to the developed countries. പക്ഷേ ഇപ്പോഴും ക്രൂഡ് ബർത്ത് റേറ്റ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം മറ്റു രാജ്യങ്ങളുടെ അപേക്ഷിച്ച് വളരെ കൂടുതലാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഹൈ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ്. ക്രൂഡ് ബർത്ത് റേറ്റ് കാരണം കുട്ടികൾ ജനിക്കുമ്പോൾ തന്നെ കൂടുതൽ കുട്ടികൾ മരിക്കുന്നു. അതാണ് പറഞ്ഞ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ്. രണ്ടാമത് സ്ട്രോങ് പ്രിഫറൻസ് ഫോർ ഹിന്ദു മിത്തോളജി അനുസരിച്ച് ഹിന്ദുസിന്റെ അവരുടെ ഫാമിലിയിൽ ആരെങ്കിലും മരിക്കുകയാണെങ്കിൽ ഒരു 5 അക്കം വേണം.
കർമ്മങ്ങൾ ചെയ്യാനായിട്ട് ഒരു ആൺചക്കനം വേണം എന്നുള്ള ആ മിത്ത് ഇപ്പോഴും പല ആളുകളുടെയും മനസ്സിലുണ്ട്. ആദ്യത്തെ 1, 2, 3 കുട്ടികൾ പെൺകുട്ടികളാണെങ്കിൽ ദേ കീപ്പ് ഓൺ ട്രൈയിങ് ടു ഹാവ് എ സൺ. ദെൻ അപ്പോൾ അങ്ങനെ 4, 5 കുട്ടികളുണ്ടാവും. ഹൈ ഇക്കണോമിക് വാല്യൂ ഓഫ് ചിൽഡ്രൻ ഇൻ ട്രഡീഷണൽ അഗ്രേറിയൻ. ഒരു പിന്നെ ഈ ഇന്ത്യയിൽ മുൻപ് എന്ന് പറഞ്ഞാൽ ഒരു ആൺകുട്ടി ജനിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അഡീഷണൽ ഏർണിംഗ് മെമ്പറാണ്. ഇന്ന് അങ്ങനെയല്ല. ഒരു ആൺകുട്ടിയോ പെൺകുട്ടി ജനിച്ചിട്ടുണ്ടെങ്കിൽ അഡീഷണൽ ഫിനാൻഷ്യൽ ബേർഡൻ ആണ്. അവർ നല്ല വിദ്യാഭ്യാസം കൊണ്ട് നല്ല ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് നല്ല വിദ്യാഭ്യാസം കൊടുക്കണം. അത് കാരണമാണ് നേരത്തെ എല്ലാം പറയും ദൈവം ഞങ്ങൾക്ക് തരുന്നു, ഞങ്ങൾ കൈനീട്ടി സ്വീകരിക്കുന്നു. പക്ഷെ ഇപ്പൊ അതല്ല. ചൈൽഡ് ഹാസ് ബിക്കം ആൻ എക്സ്പെൻസീവ് ഗിഫ്റ്റ്. ഇഷ്ടംപോലെ ആളുകൾ കുട്ടികളില്ലാത്തവരുണ്ട്. കുട്ടികളിലുള്ളവർക്ക് കാരണം നല്ല വിദ്യാഭ്യാസവും നല്ല മെഡിക്കൽ കെയർ ഇതൊക്കെ കൊടുക്കണമെങ്കിൽ ഇത് വേണം. സോ ഹൈ ഇക്കണോമിക് വാല്യൂ ഓഫ് ചിൽഡ്രൻ ഇൻ ട്രഡീഷണൽ. നേരെ മറിച്ച് പണ്ട് കാലങ്ങളിൽ അതല്ല. മനസ്സിലാവും. ഒരു ആൺകുട്ടി ജനിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുട്ടി ജനിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം എന്താ 5, 6 വയസ്സ് കഴിയുമ്പോൾ ഗ്രാമത്തിൽ ഇപ്പൊ ഈ അമ്മനെ കൂടിയൊക്കെ ജോലി ചെയ്തോളും. അഡീഷണൽ ഏർണിംഗ് മെമ്പറാണ്. ദെൻ ലാക്ക് ഓഫ് നോളജ്. ഫാമിലി പ്ലാനിങ്ങിനെ കുറിച്ച് അറിവുണ്ടായില്ല. കോൺട്രാസെപ്ഷൻസ് മീൻസ് ഗർഭനിരോധന മാർഗങ്ങളെ കുറിച്ച് ജനങ്ങൾക്ക് അധികം അറിവുണ്ടായില്ല. ലോ ഏജ് ഓഫ് മാരേജ്. ചെറുപ്പത്തിലെ കുട്ടികളെ കല്യാണം കഴിച്ചു വിടുന്നു. പിന്നെ ഒരാൾക്ക് തന്നെ പല പല സ്ത്രീകളുണ്ട്, പിന്നെ ഭാര്യമാരും ഉണ്ടാവുന്നു. ലോ എഡ്യൂക്കേഷൻ, പേരൻസിൻ്റെ എഡ്യൂക്കേഷൻ ഇല്ല. ദെൻ റിലീജിയസ് നോംസ് ആൻഡ് പ്രാക്ടീസ്. ഇതെല്ലാമാണ് നമ്മളുടെ ക്രൂഡ് ബർത്ത് റേറ്റ് കൂടാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം. ഇനി ജനറൽ ഫെർട്ടിലിറ്റി റേറ്റ്. ഇതെന്താണ്? ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് ബേർത്ത്സ് പെർ ഇയർ പെർ 1000 women of child bearing age between 15 and 40. This is the definition. 15-നും 49-നും ഇടയ്ക്ക് ദ നമ്പർ ഓഫ് ബേർത്ത്സ് പെർ ഇയർ, ഒരു വർഷം, പെർ 1000 വിമൻ ഓഫ് ചൈൽഡ് ബെയറിംഗ്. 15-നും 49-നും വയസ്സിന് ഇടയ്ക്കുള്ള പിന്നെ സ്ത്രീകൾ എന്തുമാത്രം പെർ 1000 വെച്ച് എത്രമാത്രം അവരുടെ നമ്പർ ഓഫ് ബേർത്ത്സ് പെർ ഇയർ പെർ 1000 വിമൻ ഓഫ് ചൈൽഡ് ബെയറിംഗ് ഏജ് ബിറ്റ്വീൻ 14 and 49. ഇനി ഈ ചൈൽഡ് ബെയറിംഗ്, ദിസ് ഈസ് ദ ഫോർമുല ദാറ്റ് ഈസ് ബീങ് ഗിവൺ. ദ ഏജ് ഓഫ്, ഇനി ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ പൂബർട്ടി എന്ന് പറയും. അതായത് ഒരു പെൺകുട്ടി സ്ത്രീത്വത്തിലെത്തുന്ന അതിനെ പറഞ്ഞത് ഏജ് ഓഫ് പൂബർട്ടി എന്ന് പറയുന്നത്. പിന്നെ അത് പെൺകുട്ടിയല്ല, ഇറ്റ് ഹാസ് ബിക്കം എ ലേഡി, ഒരു സ്ത്രീ. മറ്റേ കുട്ടികൾ എന്ന് പറയും, പെൺകുട്ടികൾ എന്ന് പറയും. മറ്റങ്ങനെയല്ല, ഒരു സ്ത്രീ ആവുന്ന ഏജിന് പല സ്ഥലത്തും പല പല വ്യത്യാസങ്ങളുണ്ട്. അപ്പം നമുക്ക് പ്രത്യേകിച്ച് കോൾഡ് ക്ലൈമറ്റിലും ടെമ്പറേച്ചറിൻ്റെ അടിസ്ഥാനത്തിൽ ഹോട്ട് ക്ലൈമറ്റിലൊക്കെ അനുസരിച്ച് പല കുട്ടികൾ, ചിലവർ 8 വയസ്സിലോ 9 വയസ്സിലോ 10 വയസ്സിലായിരിക്കും, ചിലവർ 12 വയസ്സിലായിരിക്കും, ചിലവർ 13 വയസ്സിലൊക്കെ ഏജ് ഓഫ് പൂബർട്ടിയിൽ എത്തിച്ചേരുന്നുണ്ട്. അപ്പോൾ അത് കാരണം നമ്മുടെ ഒരു ജുഡീഷ്യസ് ഡിസിഷൻ നമുക്ക് ചൈൽഡ് ബെയറിങ്ങിനെ കുറിച്ച് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കില്ല. കാരണം എന്താണ്? 15 ഗ്രൂപ്പ് 15-നും 49-നും അടുക്കുള്ള പെൺകുട്ടികൾക്ക് കുട്ടികളെ പ്രസവിക്കാനായിട്ടുള്ള സാധ്യത ഉണ്ടെങ്കിലും നമ്മൾക്കറിയാം, ചില പേപ്പറിലൊക്കെ കാണാം, 13 വയസ്സിലൊക്കെ പെൺകുട്ടികൾ, അത് റെയറാണ്. 13 വയസ്സിലൊക്കെ പെൺകുട്ടികളൊക്കെ ഗർഭം ധരിക്കുന്ന ചില റെയർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഇനി ഏജ് സ്പെസിഫിക് ഫെർട്ടിലിറ്റി റേറ്റ്. ഏജ് സ്പെസിഫിക് ഫെർട്ടിലിറ്റി റേറ്റ് മീൻസ് ഫോർ എനി ഏജ് ഗ്രൂപ്പ് ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ദ നമ്പർ ഓഫ് ലൈവ് ബർത്ത് പെർ വിമൻ ടു ദ mid-year female population of a particular age group. Say for example 15 തൊട്ട് 19 വരെ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ അതിന് 20 തൊട്ട് 24 വരെ. ഇപ്പം നമ്മൾ ബ്രോഡർ കാറ്റഗറി എടുത്ത് 15 തൊട്ട് 49 വരെ. ഇതിനകത്ത് നമ്മൾ പറയുന്നത് മനസ്സിലായോ? ഡിഫറെൻറ്റ് ഏജ് ഗ്രൂപ്പ് 15 തൊട്ട് 49 വരെ നമ്മൾ ഏജ് ഗ്രൂപ്പ് നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, ഈ 15-ാമത്തെ വയസ്സിൽ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പോസിബിൾ ആണെങ്കിൽ പോലും പല കുട്ടികളും വിവാഹം നടക്കുന്നില്ല. മനസ്സിലായോ? അവിടെ ഇവിടെയൊക്കെ ചില അവസരങ്ങളൊക്കെ കേൾക്കാൻ നടക്കുന്നില്ല. അപ്പൊ ആ സമയത്ത് ചൈൽഡ് ബെയറിങ്ങിന്റെ കപ്പാസിറ്റി ഉണ്ടെങ്കിൽ പോലും ആ സമയത്ത് പിന്നെ പ്രഗ്നൻസി അല്ലെങ്കിൽ ചൈൽഡ് ബർത്ത് വളരെ കുറവാണ്. അത് പ്രായം കൂടുന്തോറും അപ് ടു 30 years ആകുമ്പോൾ അതിന്റെ പോസിബിലിറ്റി വളരെ കൂടുതലാണ്. പക്ഷെ 30 വയസ്സ് കഴിഞ്ഞ് 35 വയസ്സ് കഴിയുമ്പോൾ ചൈൽഡ് ബെയറിങ്ങിന്റെ ആ കപ്പാസിറ്റി സ്ത്രീകളിൽ കുറഞ്ഞു വന്നു. ബൈ അബൌട്ട് 14 and 15. All women belonging to the childbearing age are exposed to the chance of childbearing, but only those who are married in that age group give.
അപ്പോൾ കല്യാണം കഴിച്ച 15 വയസ്സിൽ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കുട്ടികളുണ്ടാവും, അല്ലെങ്കിൽ ഇതുണ്ടാകാനായിട്ട് സാധ്യതയില്ല. ഇനി ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ്, ഇതാണ് യഥാർത്ഥത്തിൽ പറയുന്നത്. കാരണം ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് നമുക്ക് തരുന്നത് എന്താണ്? ജനറൽ ഇൻഡെക്സ് ഓഫ് ഫെർട്ടിലിറ്റി ഇൻ എ പോപ്പുലേഷൻ അണ്ടർ 2 അസംപ്ഷൻസ്. ഏതൊക്കെയാണ്? എവറി വുമൺ ഹു എൻറ്റേഴ്സ് ദ ചൈൽഡ് ബെയറിംഗ് ഏജ് ഗീവ്സ് ലൈഫ് ബർത്ത് ആസ് പെർ ദ എന്താണ് ഏജ് സ്പെസിഫിക് റേറ്റ്, പിന്നെ ഏജ് സ്പെസിഫിക് fertility rate, and രണ്ടാമത് no woman will die before she leaves the reproductive period. ഇപ്പോൾ 2 അസംപ്ഷനാണ് നമ്മളുടെ ഈ ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റിൽ കാണുന്നത്. കാരണം ഒരു സ്ത്രീയും 59 വയസ്സിന് മുമ്പ് 49 വയസ്സിന് മുമ്പ് മരിക്കുന്നില്ല. രണ്ടാമത് എവറി വുമൺ ഹു എൻറ്റേഴ്സ് ദ ചൈൽഡ് ബെയറിംഗ് ഏജ് give live birth, that if 1,000 women enter the child bearing age together, then total fertility rate of the number of children to be born live to these women before the time of their exit from the reproductive period, that is known as the total fertility. അപ്പോൾ ആ റീപ്രൊഡക്റ്റീവ് പീരീഡ് 49 വയസ്സാകുമ്പോൾ റീപ്രൊഡക്റ്റീവ് പീരീഡിൽ നിന്ന് ലീവ് ചെയ്യുമ്പോൾ ടോട്ടലായിട്ട് എന്തുമാത്രം ഡെലിവറി നടക്കുന്നുണ്ട് ഇത് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് എന്ന് പറയുന്നത്. സോ ഇനി ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് നമ്മൾ പറഞ്ഞാൽ ലെസ് ഇതാണ്. കാരണം എന്താണ്? നോട്ട് എവറി വിമൻ ഷാൽ സ്റ്റാർട്ട് ഹെർ റീപ്രൊഡക്റ്റീവ് പീരിയഡ് അറ്റ് ദി ഏജ് ഓഫ് 50 ആൻഡ് സം വുഡ് ബി നോട്ട് ബെയർ ചിൽഡ്രൻ. ചില സ്ത്രീകൾ 15 വയസ്സിൽ അവർ ഇത് ചെയ്യില്ല. ചിലർക്ക് പൂബട്ടി എത്തുന്നത് വ്യത്യാസമായിരിക്കും. അപ്പോൾ ഇതെല്ലാം പിന്നെ നമുക്കൊരു ജനറലൈസേഷൻ നമുക്ക് അതിൽ നിന്ന് കൃത്യമായിട്ട് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കുകയില്ല. ഓൾദോ ഇനി നമ്മളുടെ ഈ ഫെർട്ടിലിറ്റി റേറ്റിൽ നമുക്ക് കാര്യമായിട്ടുള്ള ഹാസ് ബീൻ ബ്രോട്ട് ഡൗൺ ടു എ ലെവൽ ഓഫ് 2.3 2013 ഓവർ എ പീരീഡ് ഓഫ് 40 years. അപ്പോൾ മനസ്സിലായി 4%, നമ്മുടെ ബർത്ത് റേറ്റ് 4%, 5%, 4.5% ഒക്കെ പോയിട്ടുണ്ട്. പക്ഷെ ഇന്നിപ്പോൾ 40 വർഷം കൊണ്ട് ബിക്കോസ് ഓഫ് ദ ഫാസ്റ്റ് ഡെവലപ്മെന്റ് ദാറ്റ് ഹാസ് ടേക്കൻ പ്ലേസ് ഇൻ വേരിയസ് സെക്ടേഴ്സ് ഇൻക്ലൂഡിങ് എഡ്യൂക്കേഷൻ ഓഫ് വിമൻ. അതാണ് വിമൻ എഡ്യൂക്കേഷൻ ആണ് ഇന്ത്യയിൽ ജനസംഖ്യ താഴത്തേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും പ്രധാനമായിട്ട് വഹിച്ച ഒരു പങ്കാണ് സ്ത്രീകളുടെ വിദ്യാഭ്യാസം. അവർക്ക് മനസ്സിലായി കുട്ടികളുടെ ചെറിയ ഫാമിലിയുടെ പിന്നെ മഹത്വം എന്താണെന്ന് മനസ്സിലായി. ദ ഇമ്പോർട്ടൻസ് ഓഫ് എഡ്യൂക്കേഷൻ അവർക്ക് എന്താണെന്ന് മനസ്സിലായി. മനസ്സിലായോ? ബ്രിങ് ദ ചിൽഡ്രൻ ഇൻ ദ ബെസ്റ്റ് വേ, ഇതെല്ലാം അവർക്ക് മനസ്സിലായി. അപ്പോൾ ദ ബെസ്റ്റ് റീസൺ ഇപ്പോൾ ഫെർട്ടിലിറ്റി റേറ്റ് കാര്യമായിട്ട് 40 വർഷം കൊണ്ട് കുറഞ്ഞിട്ടുണ്ട്. ബട്ട് ഇറ്റ് ഈസ് സ്റ്റിൽ വെരി വെരി ഹൈ. കാരണം റീപ്ലേസ്മെന്റ് ലെവലിലിട്ട് നമ്മൾ എത്താനായിട്ട് സാധിക്കും. വാട്ട് ഇസ് ദ റീപ്ലേസ്മെന്റ് റേറ്റ്? വാട്ട് ഈസ് 2:1 2:2. അതായത് 2 പേരുടെ ഫാദർ മദർ 2 ചിൽഡ്രൻ മീൻസ് റീപ്ലേസ്മെന്റ് റേറ്റ്. പക്ഷെ നമ്മൾ ഇപ്പോഴും റീപ്ലേസ്മെന്റ് റേറ്റിനെക്കാട്ടും താഴെയാണ്. പക്ഷെ ചില സംസ്ഥാനങ്ങൾ ഇപ്പോഴും റീപ്ലേസ്മെന്റ് റേറ്റിനെക്കാട്ടും കൂടുതലാണ്. ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് 2.1%, വിച്ച് ഈസ് എ ഗ്രേറ്റർ കൺസേൺ. ഇനി അതുപോലെ തന്നെ ബർത്ത് റേറ്റിനെ പോലെ നമ്മൾ മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറഞ്ഞാൽ ക്രൂഡ് ഡെത്ത് റേറ്റ് എടുക്കും, അല്ലെങ്കിൽ ക്രൂഡ് മോർട്ടാലിറ്റി റേറ്റ് എടുക്കും. അതുപോലെ തന്നെ പിന്നെ ASDR, ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ്, ഇതെല്ലാം നമ്മൾ കണ്ടുപിടിക്കും. അപ്പൊ എന്താണ് ക്രൂഡ് ഡെത്ത് റേറ്റ്? ഇതെന്താണ്? ഇൻ എനി ഇയർ ഇറ്റ് ഈസ് is defined as the number of deaths in the year per 1,000 population. ഒരു വർഷത്തിൽ 1000 എത്ര ആളുകൾ മരിക്കും? ദാറ്റ് ഈസ് നോൺ ആസ് ദ ടോട്ടൽ പിന്നെ മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുന്നത്. മോർട്ടാലിറ്റി റേറ്റ് അത് കുട്ടികളും സ്ത്രീകളും എല്ലാവരും പെടും. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ നമ്പർ ഓഫ് ഡെത്ത്സ് ഇൻ ദ ഇയർ പെർ 1,000 പോപ്പുലേഷൻ. ഞാൻ പറഞ്ഞില്ലേ, ഇനി ബർത്ത് റേറ്റ് ആണെങ്കിലും ഡെത്ത് റേറ്റ് ആണെങ്കിലും എവറിത്തിങ് ഈസ് ഫൗണ്ട് ഇറ്റ് ഈസ് കാൽക്കുലേറ്റഡ് പെർ 1,000 population. Then so because of this limitation, it gives a general picture of the mortality rate prevailing entire population, that the risk of dying for every individual is the same in wherever we live. ഒരാൾക്ക് മരിക്കാനായിട്ട് ഇന്ത്യയിൽ തന്നെ വേണമെന്നില്ല. മനസ്സിലായോ? മരിക്കാനായിട്ടുള്ള സാധ്യതകൾ ഈ ലോകത്തിന്റെ എല്ലാ പ്രദേശങ്ങളിലും ആളുകൾക്കും സാധ്യതയുണ്ട്. പിന്നെ മെഡിക്കൽ നെഗ്ലിജൻസ് കൊണ്ട് മരിക്കാം, അല്ലെങ്കിൽ മെഡിക്കൽ ഇംപ്രൂവ്മെന്റ് കൊണ്ട് ചിലപ്പോൾ ലൈഫ് നമുക്ക് നീട്ടിക്കിട്ടും. ഇതിനെല്ലാം അപ്പോൾ crude death rate in India has declined from a high rate of 49% per 1,000 to ഏകദേശം എത്രയാണ്? 9. ഡെത്ത് റേറ്റ് കുറഞ്ഞിട്ടുണ്ട്. മനസ്സിലായോ? ഡെത്ത് റേറ്റ് കുറഞ്ഞത് കൊണ്ടാണ് നമ്മുടെ ജനസംഖ്യയിൽ കാര്യമായിട്ടുള്ള വർധന വന്നത്.
ബർത്ത് റേറ്റ് റിമെയിൻ. ഇപ്പോൾ തിയറി ഓഫ് ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ ഞാൻ പറഞ്ഞുതരാം, വളരെ ഇൻട്രസ്റ്റിംഗ് ആണത് കേട്ടോ. ഇനി ദ ഏജ് സ്പെസിഫിക് ഡെത്ത് റേറ്റ്, ഇത് എന്താണ്? ഡെത്ത് ഒക്കേഴ്സ് ടു ഓൾ ഏജസ് ആൻഡ് റിസ്ക് ഓഫ് മോർട്ടാലിറ്റി വേരീസ് വിത്ത് ഏജ്. ഒരു കൊച്ചുകുട്ടി പ്രത്യേകിച്ച് അതിനെ പറഞ്ഞാൽ ഇൻഫന്റ് മോർട്ടാലിറ്റിയാണ്. ഒരു വയസ്സിന് മുമ്പ് മരിച്ചു പോകുന്നതിനെ പറഞ്ഞത് ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ്. അപ്പൊ ഈ പിന്നെ മോർട്ടാലിറ്റി, ദ റിസ്ക് ഓഫ് മോർട്ടാലിറ്റി വേരീസ് വിത്ത് ഏജ്. നമ്മൾ പറയും മനസ്സിലായോ, മരിച്ച വീട്ട് അതെവിടെ, അത് അവിടെ അടുത്ത വീടിന് അടുത്ത അവിടെ ഒരു വലിയമ്മ വയസ്സായി കിടപ്പുണ്ട്, അവർ മരിച്ചോളൂ. ഇല്ല, ഡെത്തിന് ഇപ്പൊ ഏജ് ഒന്നുമില്ല. ഇറ്റ് ക്യാൻ ക്യാച്ച് ഹോൾഡ് ഓഫ് എനിബഡി. എന്നിട്ട് അങ്ങനെയല്ലേ പ്രായമായിട്ട് മരിക്കും. ഇപ്പൊ അങ്ങനെയല്ലേ യങ്സ്റ്റേഴ്സ് മരിക്കുന്നുണ്ട്, ചിൽഡ്രൻ മരിക്കുന്നുണ്ട്, വളരെ കൊച്ചു പിള്ളേർ മരിക്കുന്നുണ്ട്. നേരെ മറിച്ച് സീനിയേഴ്സ് ആയിട്ടുള്ള ഏജ് ഓൾഡ് ആയിട്ടുള്ള ആളുകളൊക്കെ വളരെ പുലി പോലെ നടക്കുന്നുണ്ട്. മനസ്സിലായോ? അപ്പോ death occurs at all ages. Therefore, what is the death rate at the different ages? ഓരോ അടിസ്ഥാനത്തിൽ നമുക്ക് ഇറ്റ് ഹാസ് ബിക്കം മിഡ് ഇയർ പോപ്പുലേഷൻ, ദ സൈസ് ഓഫ് ദ ഏജ് ഗ്രൂപ്പ്, എക്സെട്ര എക്സെട്ര. മെറിറ്റ്സ് എന്താണ്? ASDR മേക്സ് എ കമ്പാരിസൺ ബിറ്റ്വീൻ ടു പോപ്പുലേഷൻ ഗ്രൂപ്പ്സ് മോർ മീനിങ്. രണ്ട് രീതിയിലുള്ള പോപ്പുലേഷൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പിന്നെ ഡെത്ത് റേറ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ. അതാണ് ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള നമ്മൾ ഇത് മീനിങ് ഫുൾ. ഇറ്റ് റിവീൽസ് വെദർ പേഴ്സൺസ് ഇൻ സം സ്പെസിഫിക് ഏജ് ഗ്രൂപ്പ്സ് ഹാവ് ദ സെയിം പ്രോബബിലിറ്റി ഓഫ് ഡൈയിങ് ഇൻ ദ ടോട്ടൽ പോപ്പുലേഷൻ. മൊത്തം ജനസംഖ്യയുടെ ഇപ്പൊ ഏജ് സ്പെസിഫിക് എന്ന് പറയുമ്പോൾ മരണത്തിന്റെ കാരണം നമുക്കറിയാം. ഇപ്പോൾ ചരമക്കോളം എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഓൾമോസ്റ്റ് ഏകദേശം ഒരു മനസ്സിലാവും 70 കഴിയുമ്പോഴോ 70s അല്ലെങ്കിൽ ലേറ്റ് 70s ആയിരിക്കും, അല്ലെങ്കിൽ ഏർലി 70s കൂടുതൽ ആളുകൾ മരണം നടക്കുന്നത്. അപ്പൊ ചിലപ്പോൾ ഏതെങ്കിലും ഒരു യങ്സ്റ്റർ ഒരു കുട്ടി അത് മരിക്കുമ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ചിലപ്പോൾ നമ്മുടെ കണ്ണ് അയ്യോ പാവം നേരത്തെ മരിച്ചു പോയി. മനസ്സിലാവും. സോ സർട്ടൻ ഏജ് നമ്മൾ പറയാം. ഇപ്പൊ ഇന്ത്യയിൽ എന്തുകൊണ്ടാണ് ഇപ്പൊ റിട്ടയർമെന്റ് ഏജ് ഈസ് ബീങ് ഗിവൺ 60 years? കാരണം നമ്മൾ 51 ആവറേജ് എക്സ്പെക്ടേഷൻ 32 years ആണ്. എക്സാമ്പിൾ എല്ലാം അവർ മരിച്ചു പോയി. ഇന്ത്യ ലോവസ്റ്റ് നമ്മളുടെ എവിടെയാണ്? ഇറ്റ് ഈസ് ഇൻ അസാം എമംഗ് ദ മേജർ സ്റ്റേറ്റ്സ്. ഇനി നമ്മൾക്ക് കാണേണ്ടത് എന്താണ്? ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ. ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ മീൻസ് ഒരു ഹൈ ബർത്ത് റേറ്റിൽ നിന്ന് ഹൈ ബർത്ത് റേറ്റ് ആൻഡ് ഡെത്ത് റേറ്റ്സ് ടു വൺ ഓഫ് ദ ലോ റേറ്റ്സ് ഓർ ബോത്ത്. ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ. ഓക്കെ, ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ ഞാൻ പഠിച്ചപ്പോഴുള്ള ആ ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ ഇപ്പോൾ അതിനകത്ത് ഒരു രാജ്യം സാമ്പത്തികമായിട്ട് പുരോഗമിക്കുമ്പോൾ ശ്രദ്ധിച്ചിരിക്കുക. ഒരു രാജ്യം സാമ്പത്തികമായിട്ട് പുരോഗമിക്കുമ്പോൾ ആ രാജ്യത്തിൻ്റെ ജനസംഖ്യയിൽ 3 പ്രധാനപ്പെട്ട മാറ്റങ്ങൾ വരും. അത് ആദ്യത്തെ ഇനീഷ്യൽ സ്റ്റേജ് മീൻസ് ബർത്ത് റേറ്റും കൂടുതലാണ്, ഡെത്ത് റേറ്റും കൂടുതലാണ്. അതാണ് ജനസംഖ്യ ഒരു പ്രശ്നമായിരുന്നില്ല. ജനസംഖ്യ ഒരു പ്രശ്നമായിട്ട് തോന്നിയത് നമ്മൾ 1965-66 അതിനു മുമ്പ് ജനനസംഖ്യ വളരെ കൂടുതലാണ്, മരണസംഖ്യ വളരെ കൂടുതലാണ്. എന്തുകൊണ്ടാണ് ജനസംഖ്യ വളരെ കൂടുതൽ എന്ന് പറഞ്ഞത്? കാരണം ചിൽഡ്രൻ ആർ കൺസിഡർഡ് ആസ് ദ ഗിഫ്റ്റ് ഓഫ് ഗാഡ്. അവയർനെസ് ഇല്ല, ഫാമിലി പ്ലാനിങ്ങിനെ കുറിച്ച് അവയർനെസ് ഇല്ല. പീപ്പിൾ ഭയങ്കരമായിട്ട് ട്രഡീഷൻസ്, കസ്റ്റംസ്, ട്രഡീഷൻസ്, ബിലീഫ്സ്, ടാബൂസ്, വിലക്കുകളും സൂപ്പർസ്റ്റിഷനും അന്ധവിശ്വാസം നിലനിർത്താൻ മുഴുകിയിരിക്കുന്നവരാണ്. അപ്പോൾ കുട്ടികളുടെ ജനനം കൂടുതലായിരുന്നു, മരണവും കൂടുതലായിരുന്നു. അത് ഇന്ത്യ 1917 മുമ്പ് അതായിരുന്നു. അതിനുശേഷം പിന്നെ ഇന്ത്യയിൽ എന്ത് ചെയ്തു? മെഡിക്കൽ ഫെസിലിറ്റീസ് രണ്ടാമത്തെ സ്റ്റേജിലോട്ട് മെഡിക്കൽ ഫെസിലിറ്റീസ് എല്ലാം കുറവ് വന്നപ്പോൾ പിന്നെ മെഡിക്കൽ ഫെസിലിറ്റീസ് എല്ലാം ഇമ്പ്രൂവ് ചെയ്തപ്പോൾ ജനനത്തിന്റെ തോത്, ഫാമിലി പ്ലാനിങ് ടെക്നോളജി ഇതെല്ലാം ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ കുറച്ച് പേരുകൾ അത് സ്വീകരിക്കാൻ സന്നദ്ധരായിരുന്നു. അത് വന്നപ്പോൾ ജനനത്തിന്റെ തോത് കുറയ്ക്കാൻ സാധിച്ചു. പക്ഷെ മരണത്തിന്റെ തോത് അതേപോലെ തന്നെ നിന്നു. കുറഞ്ഞില്ല, പക്ഷെ അതേപോലെ തന്നെ നിന്നു. മനസ്സിലായോ? ജനനത്തിന്റെ തോത് ഗണ്യമായിട്ട് കുറക്കാനായിട്ട് സാധിച്ചു അവർക്ക്. ജനനത്തിന്റെ തോത് മരണത്തിന്റെ തോത് ഗണ്യമായിട്ട് കുറക്കാൻ സാധിച്ചു. പക്ഷെ ജനനത്തിന്റെ തോത് അങ്ങനെ മനസ്സിലായോ? കോൺട്രസെപ്റ്റീവ്സ് ഞാൻ സ്വീകരിക്കണോ? ദൈവത്തിന്റെ വരദാനമായിട്ട് ഞാൻ സ്വീകരിക്കും. ഇതെല്ലാം എൻ്റെ കാര്യമാണ്. അപ്പോൾ ഒരു ഒറ്റ രാത്രി കൊണ്ട് കസ്റ്റംസും ട്രഡീഷൻസും ബിലീഫും സൂപ്പർസ്റ്റിഷൻ ഇതെല്ലാം ഒറ്റ രാത്രി കൊണ്ട് മാറ്റാൻ പറ്റൂല. പക്ഷെ മെഡിക്കൽ ഇമ്പ്രൂവ്മെന്റ് കാരണം ഡെത്ത് റേറ്റ് കുറഞ്ഞുകൊണ്ടുവന്ന് ബർത്ത് റേറ്റ് റിമൈനിങ് ദ സെയിം. അതുകൊണ്ടാണ് നമുക്കൊരു ഇന്ത്യയിൽ പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ ഉണ്ടായത്. രണ്ടാമത്തെ സ്റ്റേജ്
മൂന്നാമത്തെ സ്റ്റേജ് പറഞ്ഞപ്പോൾ എന്താണ്? മെഡിക്കൽ ഇമ്പ്രൂവ്മെന്റ് കൊണ്ടും സ്ത്രീകളുടെ വിദ്യാഭ്യാസം ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടും സാമ്പത്തിക പിന്നെ എർബനൈസേഷൻ കൊണ്ടും ഇതെല്ലാം ഒരു പഠന പ്രദേശത്ത് 10-12 പിള്ളേരൊക്കെ ആയിട്ട് ജീവിക്കാൻ പറ്റുന്നില്ല. ഇറ്റ് ഈസ് വെരി എക്സ്പെൻസീവ്. പാർപ്പിടം തന്നെ വളരെ എക്സ്പെൻസീവ് ആണ്. അപ്പൊ ലിമിറ്റ് ചെയ്യണം. വിദ്യാഭ്യാസം കൂടി, സ്ത്രീകളുടെ വിദ്യാഭ്യാസം കൂടി, മനസ്സിലായോ? ഹോസ്പിറ്റൽ ഈ മേഖലയിലൊക്കെ എക്സ്പെൻസ് ഗണ്യമായിട്ട് കൂടി. എഡ്യൂക്കേഷൻ ബിക്കം എക്സ്പെൻസീവ്. ഇത് വന്നപ്പോൾ ലേഡീസിന്റെ വിദ്യാഭ്യാസം ഇതെല്ലാം കണ്ട് ജനസംഖ്യയും കുറഞ്ഞു. അറ്റ് ദ സെയിം ടൈം മെഡിക്കൽ ഇമ്പ്രൂവ്മെന്റ് കൊണ്ടും മരണസംഖ്യയും കുറഞ്ഞു. അങ്ങനെ നമ്മൾ ഏകദേശം 2.1 നമ്മൾ ജനസംഖ്യ കൊണ്ടുവരികയും ചെയ്തു, അല്ലെങ്കിൽ റീപ്ലേസ്മെന്റ് റേറ്റിലേക്ക്. മനസ്സിലായോ? ഈ തിയറി ആദ്യമായിട്ട് കൊണ്ടുവന്നത് CP ബ്ലാക്കറാണ്. അത് 5 ഡിസ്റ്റന്റ്, അദ്ദേഹം പറഞ്ഞ 5 ഡിസ്റ്റന്റ്. പക്ഷെ ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് 3 സ്റ്റേജാണ് ഈ പറഞ്ഞത്. ഹൈ ബർത്ത് റേറ്റ്, ദാറ്റ് ബർത്ത് റേറ്റ് റിമൈനിങ് ദ സെയിം, ഡെത്ത് റേറ്റ് ഈസ് വെരി ലോ. നേരെ മറിച്ച് തേർഡ് സ്റ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബർത്ത് റേറ്റ് ആൻഡ് ഡെത്ത് റേറ്റ് ബിക്കോസ് ഓഫ് മെഡിക്കൽ അഡ്വാൻസ്മെന്റ്, ജനങ്ങളുടെ ഇടയിലെ മാറ്റങ്ങൾ ഇതെല്ലാം കൊണ്ട്. അപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞത് ഹൈ സ്റ്റേഷനറി സ്റ്റേജ്. ആ സ്റ്റേജിന്റെ എന്താണ്? ഹൈ ബർത്ത് റേറ്റ്സ് ആൻഡ് ഹൈ ഡെത്ത് റേറ്റ്സ്. ഇനി ഏർലി എക്സ്പാൻഡിങ് സ്റ്റേജ്, അതിന്റെ പ്രത്യേകത എന്താണ്? ഫോളിംഗ് ബർത്ത് റേറ്റ്സ് വിത്ത് എ ടൈം ലാഗ് ഫോർ ഡിക്രീസിങ് മോർട്ടാലിറ്റി decreasing. Then late expanding stage characterized by falling birth rates but rapidly decreasing mortality. Death rate is rapidly declining, but the birth rate is only falling gradually. Low stationary stage means characterized by low birth rates balanced by equal low mortality. അവിടെയാണ് അപ്പം നമ്മൾ പറഞ്ഞത് റീപ്ലേസ്മെന്റ് റേറ്റിലേക്ക് വരുന്നത്. ഡെത്ത് റേറ്റും കുറവാണ്, ബർത്ത് റേറ്റും കുറവാണ്. ദെൻ ഡിക്ലൈനിങ് ഓഫ് പോപ്പുലേഷൻ വിത്ത് ലോ മോർട്ടാലിറ്റി റേറ്റ്സ് ആൻഡ് ഡെത്ത്സ് എക്സീഡിങ് ദ ബർത്ത്. ഇതാണ് 5 സ്റ്റേജസ് ഓഫ് പിന്നെ നമ്മളുടെ തിയറി ഓഫ് ഡെമോഗ്രാഫിക്, ദ തിയറി ഓഫ് ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ. ഇത് അവർ ചിലപ്പോൾ 12 മാർക്കിന് ചോദിക്കും, അല്ലെങ്കിൽ 6 മാർക്കിൻ്റെ ചോദ്യം, അല്ലെങ്കിൽ 4-5 മാർക്കിൻ്റെ ചോദ്യമായിട്ട് അവർ ചോദിച്ചിരിക്കും. അപ്പം ഇന്ത്യയിൽ നമ്മൾ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ പറയുന്നത് ഇനി ക്രൂഡ് ബർത്ത് റേറ്റ് ആൻഡ് ക്രൂഡ് ഡെത്ത് റേറ്റ്. 1901 46, ഡെത്ത് റേറ്റ് 44, 15 49 ബർത്ത് റേറ്റ്, 43 കണ്ട കുറഞ്ഞു വരികയാണ്. പക്ഷെ 21 എന്താണ്? 48 ബർത്ത് റേറ്റ്, 47. 1921 നമുക്ക് വലിയൊരു ഹ്യൂജ് ദ ബ്ലാക്ക് ഡെത്ത് എന്ന് പറഞ്ഞൊരു ഇതുണ്ടായി. പട്ടിണിയും ദാരിദ്ര്യം കൊണ്ട് ഇന്ന് നമുക്ക് ഉണ്ടായതുപോലെ ഒരു വലിയ പകർച്ചവ്യാധി പിടിച്ചു ഇന്ത്യയിൽ. മനസ്സിലായോ? അതിനെ പറയുന്നത് ദ ബ്ലാക്ക് ഡെത്ത് എന്നാണ് അതിനെ പറയുന്നത്. ഇന്ന് നമുക്കുണ്ടായ നമ്മുടെ ഈ കൊറോണ ഇതുപോലെ അന്ന് ആ 1921 ഫോട്ടോയൊക്കെ ചിലവർ വാട്സാപ്പിലേക്ക് ഇടുന്നുണ്ട്. അന്ന് ആളുകൾ ഇതുപോലെ തന്നെ ഈ മാസ്ക് ഒക്കെ വെച്ചുകൊണ്ട് നടന്നിരുന്നത്. അന്ന് ഇതുപോലെ വലിയൊരു പകർച്ചവ്യാധി കൊണ്ട് മനസ്സിലായി മരണത്തിന്റെ തോത് 43, 47. 31 വേണ്ട ബർത്ത് റേറ്റ് ഈസ് ഓൾമോസ്റ്റ് റിമൈനിങ് ദ സെയിം. വലിയ വർധനമില്ല, വലിയ കാര്യമായിട്ട് വർധനമില്ല. ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് റിമൈനിങ് ദ സെയിം. 46, 36, then 41. മനസ്സിലായോ? 41 45. മനസ്സിലായോ? ഡെത്ത് റേറ്റ് ഈസ് കാര്യമായിട്ട് കുറഞ്ഞു വരികയാണ്. 31. 1951 40. അതിനുശേഷം പിന്നെ 27. മനസ്സിലായോ? വാട്ട് ഈസ് ദ ഡെത്ത് റേറ്റ് ഈസ് ഗ്രാജുവലി ഇൻക്രീസിങ് ആൻഡ് ഇറ്റ് ഈസ് ഗോയിങ് ടു ബി 44 നിന്ന് ഡെത്ത് റേറ്റ് 19 വരെ എത്തി. നേരെ മറിച്ച് ബർത്ത് റേറ്റ് ഹാസ് റിമൈൻഡ് മോർ ഓർ ലെസ് ദ സെയിം. മനസ്സിലായോ? ഇതെല്ലാം നമ്മളുടെ കാര്യങ്ങൾ എന്താണ്? ഇറ്റ് ഈസ് മെയിൻലി ബിക്കോസ് ഓഫ് ദ urbanization, ചേഞ്ചിങ് സെക്സ് റേഷ്യോ. മനസ്സിലായോ? ഇതെല്ലാം കൊണ്ടാണ് ജനസംഖ്യ കുറയാനുള്ള കാര്യം. ഒന്ന് പട്ടണ പ്രദേശം, ചേഞ്ചിങ് ദ സെക്സ് റേഷ്യോ. സെക്സ് റേഷ്യോ മീൻസ് ദ നമ്പർ ഓഫ് ഫീമെയിൽസ് ഫോർ 1000 മെയിൽസ്. അത് കേരളത്തിൽ നമുക്കറിയാം ഇറ്റ് ഈസ് ഓൺലി സ്റ്റേറ്റ് വെയർ ദ പോപ്പുലേഷൻ ഈസ് ഫേവറിങ് ഫീമെയിൽസ് ദാൻ മെയിൽസ്. സ്ത്രീകളുടെ എണ്ണമാണ് കൂടുതൽ, ആണുങ്ങളുടെ എണ്ണം കുറവാണ്. മനസ്സിലായോ? മറ്റ് പല ഈ പഞ്ചാബ്, ഹരിയാന ആ സ്റ്റേറ്റ്സിലൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ത്രീ പുരുഷ അനുപാതം ഭയങ്കര അഡ്വേഴ്സാണ് സ്ത്രീകൾക്ക്. കാരണം പെൺകുട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുകൊണ്ടാണ് ഈ പ്രയർ ഡിറ്റർമിനേഷൻ സ്കാനിങ് ഒക്കെ നടത്തി പെൺകുട്ടിയാണോ ആൺകുട്ടിയാണോ എന്നൊക്കെ പറഞ്ഞാൽ അവർ പറയൂല. പറയാനുള്ള കാര്യം എന്താണ്? മോസ്റ്റ് ഓഫ് ദ ഫാമിലീസ് ദേ ഡോണ്ട് ലൈക്ക് ചിൽഡ്രൻ, പ്രത്യേകിച്ച് ഗേൾസ് ചിൽഡ്രൻ. അപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ അവർ അബോർട്ട് ചെയ്ത് കളയും. അത് കുറക്കുന്നതിന് വേണ്ടി ദ സ്ട്രക്ചർ ഓഫ് പോപ്പുലേഷൻ പിരമിഡ്, പിന്നെ ഡിപ്പെൻഡൻസി റേഷ്യോ മീൻസ് ചിൽഡ്രൻ ബിലോ 15 years ആർ ഡിപ്പെൻഡൻസ്. മനസ്സിലായോ? Then people above 60 years are supposed to be dependents.
അവർ പിന്നെ യഥാർത്ഥത്തിൽ പലരും ഇപ്പോൾ ജോലിക്ക് പോകുന്നുണ്ട്, മനസ്സിലായോ? സൈഡ് ബിസിനസ്സായിട്ട് അവർ മെയിൻ ജോലി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ജോലി. ഫോർ എക്സാമ്പിൾ, ഐ എം കമ്മിങ് ടു ഇംപാർട്ടിങ് എഡ്യൂക്കേഷൻ ടു യു. ഐ എം അബൌവ് 60. ഓക്കെ, അപ്പോൾ ദേ ആർ സപ്പോസ് ടു ബി ഡിപ്പെൻഡൻസ്. ഡിപ്പെൻഡൻസ് മീൻസ് ആരൊക്കെയാണ് ആ കുടുംബത്തിൽ ജോലി ചെയ്യുന്നത് അവരെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ്. സെയിം വേ ദ ഡിപ്പെൻഡൻസും 15 ഇയേഴ്സിന് താഴെയുള്ള കുട്ടികൾ, ദേ ആർ ഓൾസോ ദ ഡിപ്പെൻഡൻസ് റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ, 2011 ബർത്ത് റേറ്റ് 22 ആണ്, ഡെത്ത് റേറ്റ് ഹാസ് കം ഡൗൺ ടു 7. അർബനൈസേഷൻ എന്താണ്? അർബനൈസേഷൻ മീൻസ് more people particularly migrating to the urban areas in search of better prospects. ഇതാണ് എൻ്റെ പ്രധാനം. പിന്നെ പട്ടണം പിന്നെ സന്ദർശിക്കാനും പിന്നെ കാഴ്ച കാണാനും ഒന്നുമല്ല പറയുന്നത്. അർബനൈസേഷൻ പതുക്കെ 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 മറ്റ് മേഖലയിലേക്ക് അവർ ചേക്കേറാൻ പോകും. They will go to the nearest town. അവിടെ ചെന്ന് അവർ എന്തെങ്കിലും ആദ്യം തന്നെ ജോലി ചെയ്യും. They may not take the entire family. അത് ചിലപ്പോൾ യങ്സ്റ്റേഴ്സ് ആയിരിക്കും. അവിടെ ചെന്ന് if they are lucky enough they may get a good job. അതിനുശേഷം ഒരു പിന്നെ സ്റ്റേബിൾ ആയിട്ട് ഇൻകം കഴിയുമ്പോൾ ദേ മേ ഗോ ആൻഡ് ഗെറ്റ് മാരിഡ്. മനസ്സിലായോ? ബാക്കി ഫാമിലി ആയിട്ട് ചിലപ്പോൾ ഇങ്ങോട്ട് വരികയും ചെയ്യും. അപ്പോൾ അർബനൈസേഷൻ മീൻസ് ഇറ്റ്സ് എ പ്രോസസ് ബൈ വിച്ച് സൊസൈറ്റീസ് ബിക്കം മോർ ആൻഡ് മോർ അർബൻ. ഇന്ത്യയിൽ അർബനൈസേഷൻ മറ്റ് സംസ്ഥാനങ്ങൾ മറ്റ് രാജ്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ വെച്ചൊരു കൂടുതൽ തന്നെയാണ്. കാരണം ഗാന്ധിജി പറയുകയായിരുന്നു 80% ഓഫ് ദ പോപ്പുലേഷൻ ഈസ് now it has changed. What is it? Urban areas in the rural areas in the വ്യത്യാസങ്ങൾ പറയുന്നത്. So urbanization is a process by which societies become more urban. It refers to the shift from the rural to the urban areas. ആവശ്യമുണ്ടായിട്ടല്ല, പലപ്പോഴും each of these the rural areas societies they were self-sufficient. പക്ഷെ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്നപ്പോൾ they started systematic destruction of handicrafts. കരകൗശല വിദഗ്ധരെ, മനസ്സിലായോ? ഇവരെല്ലാം അവർ ഒതുക്കിക്കളഞ്ഞു. And they were encouraged to go and cultivate indigo, commercial crops like jute, cotton, sugarcane, coffee. ഇതെല്ലാം അവർ കൾട്ടിവേറ്റ് ചെയ്യാൻ അവർ പ്രേരിപ്പിച്ചു. കാരണം എന്താണ്? all these were required for their mother country or our mother country, that is Britain. So the share of the urban population increased. എത്രയാണ്? 11 നിന്ന് 17ആയി. 1991 വെറും 11% ഉണ്ടായത് 17%. ഫർദർ 31 ആയി. 2011 ആയപ്പോൾ 31 ആയി. നമ്മൾ പറഞ്ഞു നമുക്ക് ഇതെല്ലാം നമുക്ക് ഈ വൈറ്റൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ ഒക്കെ നമുക്ക് കിട്ടുന്നത് സെൻസസിൽ നിന്നാണ്. പക്ഷെ സെൻസസ് എന്ന് പറഞ്ഞാൽ ഒരു ഡെക്കഡ് മീൻസ് 10 years. 10 വർഷത്തിൽ ഒരിക്കൽ മാത്രമേ ഈ സെൻസസിന്റെ റിപ്പോർട്ട് വരുള്ളൂ. അതിപ്പോ 20 ആകുമ്പോൾ നമുക്ക് 21 നമ്മൾക്ക് സെൻസസ് എടുക്കാൻ തുടങ്ങിയല്ലോ. അതിന്റെ റിപ്പോർട്ട് ഫൈനലൈസ് ചെയ്ത് വരുമ്പോൾ 2 വർഷം 3 വർഷം എടുക്കും. അതുകൊണ്ടാണ് വി ആർ സ്റ്റിൽ ഡിപ്പെൻഡിങ് അപ്പോൺ ദ 2011 ഡേറ്റ. മനസ്സിലായോ? അപ്പൊ അർബനൈസേഷൻ ഇത് ഫർദർ 31 2011 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദെൻ അർബനൈസേഷൻ ഏറ്റവും കൂടുതലായിട്ട് എവിടെയാണ്? ഡൽഹിയിലാണ്. ഒരു 98% ഓഫ് ഹിസ് പോപ്പുലേഷൻ ആർ ലിവിങ് ഇൻ ദ അർബൻ ഏരിയ. രണ്ടാമത്തെ ഹൈലി അർബനൈസ്ഡ് ഏരിയ ഗോവയാണ്. മനസ്സിലായോ? 62% അവിടെയാണ് താമസിക്കുന്നത്. ദെൻ ദ ലീസ്റ്റ് അർബനൈസ്ഡ് ആണ് ഹിമാചൽ പ്രദേശ്, വെറും 10%. ബീഹാറിൽ 11%. സെൻസസ് ക്ലാസിഫിക്കേഷൻ. അപ്പോൾ അതുപോലെ തന്നെ ഈ പിന്നെ അർബനൈസേഷന്റെ കാര്യത്തിലും വലിയ വലിയ ഡിസ്പാരിറ്റീസ് ഉണ്ട്. അർബൻ ഏരിയാസിന്റെ കാര്യത്തിലും വലിയ വലിയ ഡിസ്പാരിറ്റീസ് ഉണ്ട്. പക്ഷെ ഇപ്പോഴും ഈ ഡിസ്പാരിറ്റീസ് ഉണ്ടെങ്കിലും സ്റ്റിൽ പീപ്പിൾ വുഡ് ലൈക്ക് ടു ഗോ ആൻഡ് സെറ്റിൽ ഇൻ ദ അർബൻ ഏരിയാസ്. കാരണം എന്താണ്? ബിക്കോസ് ഓഫ് ദ ബെറ്റർ അമ്യൂണിറ്റീസ് ഓഫ് ലൈഫ്. They can put their children to the best education institutions. If they become ill, they can go to the best hospitals. മനസ്സിലായോ? പിന്നെ എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ട് തിയേറ്ററും മറ്റ് മാളും ഇതുപോലത്തെ ഇതൊക്കെ ഉണ്ട്. Therefore, people would like to come and settle in the urban areas. Why? Because of the better opportunities for earning higher incomes, better നല്ല റോഡുകൾ. പല ഗ്രാമങ്ങളിലും റോഡുകളൊന്നുമില്ല. Seasonal roaduകളിൽ, then better awareness, responsibility of the people, social issues in general.
അപ്പോൾ അത് കാരണം urbanization, therefore modernization and social change. urbanization ആണ് യഥാർത്ഥത്തിൽ നമുക്ക് ഇവിടെ രാജ്യം തന്നെ മോഡേണൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും സോഷ്യൽ ചേഞ്ചിന് വേണ്ടിയിട്ടും. കാരണം ലോ ബർത്ത് റേറ്റും ലോ ഡെത്ത് റേറ്റും ലോവർ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റും ലോവർ ഫെർട്ടിലിറ്റി റേറ്റും ഇതെല്ലാം മനസ്സിലായോ? ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു എന്തുകൊണ്ടാണ് ഇതെല്ലാം സാധിച്ചത്. വായ് നമ്മുടെ കേരളത്തിൽ ഇത് പ്രധാനമായിട്ട് നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചത് വായ് folk got education at the right time. സ്ത്രീ വിദ്യാഭ്യാസമാണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും നമ്മൾ ഉയർച്ചയുടെ പിന്നിലേക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. ദെൻ പാറ്റേൺ ഓഫ് പക്ഷേ കൂടുതൽ എർബനൈസേഷൻ വന്നിട്ടുണ്ടെങ്കിൽ മനസ്സിലായോ, കൂടുതൽ ആളുകൾ ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ് ബെറ്റർ പ്രോസ്പെക്ട്സിന് വേണ്ടിയിട്ട് ഏറ്റവും നല്ല സിറ്റികളിലൊക്കെ പോകുമ്പോൾ വളരെ ബുദ്ധിമുട്ടുകൾ ചിലപ്പോൾ അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. കാരണം എന്താണ്, ലാർജ് സിറ്റീസ് be any adequate expansion of resource base and amenities. എല്ലാവർക്കും ഫ്ലാറ്റിൽ താമസിക്കാനായിട്ടുള്ള ഭാഗ്യം ഉണ്ടാവില്ല, അല്ലെങ്കിൽ പൈസ ഉണ്ടാവില്ല, അല്ലെങ്കിൽ യോഗ്യത ഉണ്ടാവില്ല. അപ്പോൾ എന്താണ്, ഹൗസിംഗ് പ്രോബ്ലം ഉണ്ടാവും, ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം ഉണ്ടാവും, വാട്ടർ സപ്ലൈ ഉണ്ടാവും, സാനിറ്റേഷൻ പ്രശ്നം ഉണ്ടാവും, എയർ പൊല്യൂഷൻ ഉണ്ടാവും, നോയിസ് പൊല്യൂഷൻ ഉണ്ടാവും, സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ, അതുപോലെ സ്കൂൾസ്, ഹോസ്പിറ്റൽസ്, urban poverty. ചിലപ്പോൾ മോർ ദാൻ റൂറൽ ഏരിയയിൽ പോവർട്ടി ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അർബൻ പോവർട്ടി എന്തെങ്കിലും ജോലി ചെയ്യാം. അർബൻ ഏരിയയിൽ വന്നിട്ടുണ്ടെങ്കിൽ ജോലിയില്ല. വാട്ട് ഈസ് ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ്? അണ്ടർ എംപ്ലോയ്മെന്റ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോരുത്തരുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് ജോലി കിട്ടാതെ അവർക്ക് അതിന്റെ താഴ്ന്ന ജോലി കിട്ടുന്ന അണ്ടർ എംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ് ഉണ്ട്. ഒരു ഫാമിലിയിലെ അച്ഛനും അമ്മയും ജോലിക്ക് പോവുകയാണ്, അവരുടെ വയലിൽ ജോലിക്ക് പോവുകയാണ്, മൂത്ത പിള്ളേർ 1-2 ഉണ്ട്, അവർ ജോലിക്കൊന്നും പോകുന്നില്ല, ജോലി കിട്ടുന്ന മനസ്സിലായ. ഇത്രയും നാൾ അച്ഛനും അമ്മക്കും ചെയ്യാനുള്ള ജോലി ഉള്ളത്, എന്നിട്ട് പറയാ നീ വെറുതെ നീ എന്നെ കൂടി വാ, കൈ നിറച്ച് കാശുണ്ടാക്കാം. ഈ 2 പേർക്ക് ചെയ്യേണ്ട ജോലിയാണ് ഇപ്പോൾ 4 പേര് ചെയ്യുന്നത്. അപ്പൊ അപ്പാരന്റിൽ നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ എല്ലാവർക്കും തൊഴിലുണ്ട്, പക്ഷെ അവർ യഥാർത്ഥത്തിൽ ഈ മൊത്തം ഉൽപാദനത്തിലേക്ക് അവരുടെ അടുത്തിന് യാതൊരുവിധ സംഭാവന ഇല്ല. കാരണം എന്താ, അച്ഛനും അമ്മയും കൂടി ചെയ്തിരുന്ന ജോലി, ഇത്ര നാൾ ചെയ്ത ജോലി ഇപ്പൊ 4 പേരും കൂടി ചെയ്യണം. അതുകൊണ്ട് ഒരു എംപ്ലോയ്മെന്റ് ജനറേഷൻ അവിടെ ഉണ്ടായിട്ടില്ല. മനസ്സിലായോ? ഇനി അടുത്തത് സെക്സ് റേഷ്യോ. വാട്ട് ഇസ് സെക്സ് റേഷ്യോ മീൻസ് എത്രയാണ്? ദ നമ്പർ ഓഫ് വിമൻ പെർ 1000 men. നമ്പർ ഓഫ് വിമൻ പെർ 1000 men. സെക്സ് റേഷ്യോ നമ്മൾ in India has declined from 972 in 1901 to 933 in 2001, which is slightly increased to 940 in average. അതായത് 1000 പുരുഷന്മാർക്ക് 943 സ്ത്രീകൾ മാത്രമേ ഉള്ളൂ. കേരളത്തിൽ മനസ്സിലായോ, the only state where the women outnumber men are in Kerala. 1000 പുരുഷന്മാർക്ക് 1084 സ്ത്രീകളുണ്ട്. അപ്പൊ ആരും പേടിക്കണ്ട, ആമ്പിള്ളേർ ആരും പേടിക്കണ്ട. വിവാഹ പ്രായം എത്തുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോ പെണ്ണുങ്ങളെ കിട്ടും. കാരണം 54. നേരെ മറിച്ച് പഞ്ചാബ്, ഹരിയാന ഇവിടെ എല്ലാം വളരെ കുറവ്, എന്തോ 800 സംതിങ് ഉണ്ട്, ചിലയിടത്തൊക്കെ 700. Therefore, many of these North Indian states are lacking in female people. അപ്പോൾ അവരെന്താ ചെയ്യുന്നത്? ദേ ആർ കമ്മിങ് ആൻഡ് മാരിങ് ഫ്രം അതർ സ്റ്റേറ്റ്സ്. സൗത്ത് ഇന്ത്യയിലേക്ക് വന്ന് ബാംഗ്ലൂർ അവിടെയൊക്കെ വന്നിട്ട് ഇഷ്ടം പോലെ പഞ്ചാബികൾ വന്ന് കല്യാണം കഴിക്കുന്നുണ്ട്. കാരണം അവിടെ സ്ത്രീകൾ കുറവാണ്. വൺ ഓഫ് ദ റീസൺസ് വൈ ലേഡീസ് കുറയുന്നതിന്റെ അല്ലെങ്കിൽ പെൺകുട്ടികൾ കുറഞ്ഞതിന്റെ കാര്യം ദ മെനസ് ഓഫ് ഡൗറി. ഇറ്റ് ഈസ് വെരി ഹൈ. ചില നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിലെല്ലാം വളരെ ഹൈ ദ മെനസ് ഓഫ് ഡൗറി. അപ്പൊ അത് കാരണം ഒരു പെൺകുട്ടി ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ കേഴ്സ്. പലവർക്കും അത് അവർ കൺസിഡർ ഇറ്റ്സ് എ കേഴ്സ്, നോട്ട് എ ബൂം ബട്ട് ഇറ്റ്സ് എ കേഴ്സ്. കാരണം അവർ പിന്നെ ഈ പെൺകുട്ടിയെ കല്യാണം കഴിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പൈസ ഉണ്ടാക്കാം, ഹ്യൂജ് എമൗണ്ട് ആണ്. ഇതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം ആൺകുട്ടി കല്യാണത്തിന് പെൺകുട്ടിയുടെ വീട്ടിലേക്ക് വരുമ്പോൾ, പെൺകുട്ടിയുടെ വീടാണ് ഇതെല്ലാം എക്സ്പെൻസ് എല്ലാം വേറെ ചെയ്യുന്നത്. പെൺകുട്ടിയുടെ വീട്ടിലോട്ട് വരുമ്പോൾ നോട്ടുമാല, പെണ്ണിന്റെ ഫാദർ നോട്ടുമാല ഇട്ട് കൊടുക്കണം. ആ നോട്ടുമാലയിൽ കിടക്കുന്ന നോട്ടുകളൊക്കെ ചെറുതാണെങ്കിൽ അപ്പൊ തന്നെ ഈ ചെക്കൻ്റെ അച്ഛൻ വാടാ പോകാന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ട് പോയിട്ടുണ്ട്. ദാറ്റ് മീൻസ് അവർ പ്രതീക്ഷിച്ച പോലെ അവർക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ ഡൗറി ഈസ് എ ബിഗ് മെനസ് മീൻസ് സം ഓഫ് ദ നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സ്. മനസ്സിലായി? അപ്പൊ സെക്സ് റേഷ്യോ ഫേവറിങ് എല്ലാ സംസ്ഥാനങ്ങളിലും
ആണുങ്ങളാണ് കൂടുതൽ. പോണ്ടിച്ചേരിയിൽ പിന്നെ എന്താണ് കേരള എന്താണ് 1048 സ്ത്രീകളുണ്ട് 1000 പുരുഷന്മാർക്ക് വേണ്ടിയിട്ട്. ദെൻ നേരെ മറിച്ച് യൂണിയൻ ടെറിട്ടറീസ് ഹരിയാന, കേരള പിന്നെ 879 ആളുകളുള്ള പെൺകുട്ടികളുള്ള ഹരിയാനയിൽ. ഓക്കെ, യൂണിയൻ ടെറിട്ടറീസ് എത്രയാണ്? യൂണിയൻ ടെറിട്ടറീസ് ഫ്രം 1037 ഇൻ പോണ്ടിച്ചേരി ടു 6 ഡാമൻ ആൻഡ് ഡ്യൂ എന്ന് പറഞ്ഞില്ല ദ്വീപുകളിൽ അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറിയിൽ 618 ഇത് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് കാര്യം? ചൈൽഡ് മോർട്ടാലിറ്റി റേറ്റ് എമംഗ് ദ ഗേൾസ് ഈസ് വെരി വെരി ഹൈ. കാരണം എന്താണ്? ഒന്ന്, ദ പ്രിഫറൻസ് ഓഫ് ദ പേരൻസ് ടു ഗിവ് പ്രിഫറൻസ് ടു ദ ബോയ് ചിൽഡ്രൻ. നിങ്ങളത് പറഞ്ഞു ചില ഹിന്ദു മിത്തോളജി അനുസരിച്ച്, മനസ്സിലായോ, പിന്നെ വീട്ടിൽ ആർക്കെങ്കിലും എന്തെങ്കിലും മരണം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ കർമ്മങ്ങൾ ചെയ്യാനായിട്ട് ഒരു ആൺതരി വേണം എന്നുള്ള ആ മിത്ത് ഇപ്പോഴും ചില ആളുകളുടെ മനസ്സിലുണ്ട്. സോ ഇഫ് ദ ഫസ്റ്റ് ഫ്യൂ ഹാപ്പൻസ് ടു ബി ഗേൾസ്, ദേ കീപ് ഓൺ ട്രൈയിങ് അൺടിൽ ദേ ഹാവ് എ ചൈൽഡ്, അൺടിൽ ദേ ഹാവ് എ സൺ. അതൊരു പ്രധാനപ്പെട്ട ഒരു റീസൺ ആണ്. ദെൻ മോർട്ടാലിറ്റി അമംഗ് ദ ഗേൾസ് ഈസ് വെരി വെരി സ്ട്രോങ്, വെരി വെരി ഹൈ. കാരണം എന്താണ്? പ്രിഫറൻസ് പേരൻസ് കൊടുക്കുന്നത് ആർക്കാണ്? പ്രത്യേകിച്ച് ആൺകുട്ടികൾക്കാണ്. ദെൻ ഫീമെയിൽ ഇല്ലിറ്ററസി ആൻഡ് ലോ ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ. സ്ത്രീകളൊന്നും പഠിക്കാനൊന്നും പിടിയാണ് മാക്സിമം അവർ പോലത്തുണ്ടെങ്കിൽ 2-3 ക്ലാസ്. എൻറോൾമെന്റ് റേറ്റ് ഭയങ്കര കൂടുതലാണ്, പക്ഷെ ഡ്രോപ്പ് ഔട്ട് റേറ്റ് അതിനെക്കാട്ടിയും കൂടുതലാണ്. അത് ആരും ശ്രദ്ധിക്കാറില്ല. കുട്ടികൾ 1-ാം ക്ലാസ്സിൽ ഇത്ര വർഷം, ഈ വർഷം ഇത്ര കുട്ടികൾ ചേർത്തെന്ന് പറയും, പക്ഷേ 2-ാം ക്ലാസ് ആകുമ്പോൾ എത്ര കുട്ടികൾ അവിടെ ആ വർഷം പോകുന്നു, പിന്നെ പിറ്റേ വർഷം പോകുന്നു അറിയാൻ പാടില്ല. ദെൻ എന്താണ്? പ്രിവെന്റ് ഫീമെയിൽ ഇല്ലിറ്ററസി, ഇല്ലീഗൽ ഫീമെയിൽ ഇൻഫന്റിസൈഡ് ആൻഡ് ഫീമെയിൽ ഫോർട്ടിസൈഡ്സ്, അതായത് അബോർഷൻ നടത്തും പെൺകുട്ടികൾ. അതുകൊണ്ടാണ് ഇപ്പൊ ഈ ഹോസ്പിറ്റലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഗർഭിണികളൊക്കെ ആദ്യത്തെ സ്റ്റേജ് തൊട്ട് സ്കാൻ ചെയ്യണം, അത് നിർബന്ധമാണ്. ഡോക്ടേഴ്സ് അത് വളരെ നിർബന്ധമാക്കും. കാരണം പല ഡിഫോമിറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പൊ അതിനകത്ത് വരുമ്പോൾ അവർക്ക് ഈ സ്കാൻ ചെയ്യുന്നവർക്ക് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണെന്ന് അറിയാൻ പറ്റും. ബട്ട് ഇറ്റ് ഹാസ് നോട്ട് ടു ബി റിവീൽഡ് അറ്റ് ഓൾ. റിവീൽ ചെയ്താൽ ഇറ്റ് ഈസ് പണിഷബിൾ അണ്ടർ ലോ. ഇനി പോപ്പുലേഷൻ പിരമിഡ്. ഈ പോപ്പുലേഷൻ പിരമിഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഏജ് ഗ്രൂപ്പിന്റെ അടിസ്ഥാനത്തിലും, മനസ്സിലായോ, ഏജ് ഗ്രൂപ്പിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഒരു പിരമിഡ് പോലെ നമ്മൾ ഉണ്ടാക്കുക. ഇതാണ് ഇതിന്റെ പോപ്പുലേഷൻ പിരമിഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. മനസ്സിലായോ, ഒരു രാജ്യത്തിൽ ഇത്ര ആളുകൾ, ഇത്ര ഏജിന്റെ ആളുകൾ എന്തുമാത്രമുണ്ട്, മനസ്സിലായോ. ബൈ 85 to 95 years, 94 above 94 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 95 years ആണ്. വളരെ ചെറുത് മാത്രമേ ഉള്ളൂ. ഏറ്റവും യങ്സ്റ്റേഴ്സ് ആണ് ഏറ്റവും കൂടുതൽ താഴ്ത്തുള്ളത്. മനസ്സിലായോ. ആസ് ദ പിരമിഡ് ഗോസ് ഓൺ, ഇത് വെറും ഹിസ്റ്റോഗ്രാമാണ്. ലെഫ്റ്റ് സൈഡിൽ മെയിലും, അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ, ലെഫ്റ്റ് സൈഡിൽ മെയിലും, അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ ഫീമെയിലും. ഇവിടെ കൊടുത്തിരിക്കുന്നത് ലെഫ്റ്റ് സൈഡിൽ മെയിൽ, റൈറ്റ് സൈഡിൽ ഫീമെയിൽ. ഇത് ഒരു ഹിസ്റ്റോഗ്രാമാണ്, വൺ ഓൺ ടോപ്പ് ഓഫ് അനദർ കൊടുക്കുന്നതാണ്. ഓരോ ഏജ് ഗ്രൂപ്പിലും, മനസ്സിലായോ, വാട്ട് ഈസ് ദ എന്താണ് പിരമിഡ് ഓഫ്, ഓരോ ഏജ് ഗ്രൂപ്പിലും എന്തുമാത്രം ജനങ്ങളാണുള്ളത് അത് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഇതാണ് പോപ്പുലേഷൻ പിരമിഡ് എന്ന് പറഞ്ഞത്. അഥവാ ചോദിച്ചാൽ തന്നെ അവർ ചെറു ഒരു 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ മാത്രമേ ചോദിക്കുള്ളൂ. ദേ ആർ എന്താ പോപ്പുലേഷൻ പിരമിഡ് ഓർ ഏജ് സെക്സ് പിരമിഡ്സ് എന്ന് അതിനെ പറയുന്നത്. They are the elegant and useful way of graphically presenting the age-sex distribution of the population. ഇത് ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ നടത്തുമ്പോൾ 2 ഓർഡിനറി ഹിസ്റ്റോഗ്രാംസ് ആണ് placed on both sides, placed on their sides. The rules of drawing pyramids are generally നമ്മൾ സാധാരണ ഒരു ഹിസ്റ്റോഗ്രാം വരയ്ക്കുന്നത് പോലെ തന്നെ, but there are certain കൺവെൻഷൻസ്. ഇതൊക്കെയാണ്. ഒന്ന്, pyramids are always drawn showing the male population on the left and on the right we have got the female population. രണ്ടാമത്, last open-ended age group is normally omitted. ലാസ്റ്റ് open-ended, this is open-ended, ഇത് omitted ആണ്. 90 വരെ. അടുത്തത് എന്താണ്? തേർഡ് വൺ, the vertical scale shows the age groups and the horizontal scale shows the percentage of population and the absolute number of population. Then the horizontal scale must be uniform on both sides of the pyramid. These are all the what is the dependency ratio? Dependency ratio means how many people, people below the age of 14, they are dependents. ഡിപ്പെൻഡൻസി റേഷ്യോ മീൻസ് 0 to 4 ഉണ്ട്, 5 to 9 ഉണ്ട്, 10 to 14 വരെയുണ്ട്.
15 തൊട്ട് 19, 20 തൊട്ട് 24 ഇങ്ങനെയാണ് നമുക്ക് ഏജ് ഗ്രൂപ്പായിട്ട് നമുക്ക് ഇത് ചെയ്യാം. യൂഷ്വലി പോപ്പുലേഷൻ ഡേറ്റ ഇസ് ക്ലബ്ഡ് ടു സർട്ടൻ ഏജ് ഗ്രൂപ്പ്സ് ടു ഗെറ്റ് ഐഡിയ ഓഫ് എത്രയാണ് ഇക്കണോമിക്കലി ആക്റ്റീവ് പോപ്പുലേഷൻ മീൻസ്. നോക്കിയേ 0 to 14 years they are children and they are supposed to be എന്താണ് ഡിപ്പെൻഡൻസ്. For 15 to 24 they are youngsters, but most of these people are അവർ പ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിലോട്ട് വന്നിട്ടുണ്ടെങ്കിലും most of them will be going for higher studies, particularly if they are in the academics. അവർ ഹയർ സ്റ്റഡീസിലോട്ട് പോയ കാരണം they are യഥാർത്ഥത്തിൽ യങ്സ്റ്റേഴ്സ് ആണ്. 25 തൊട്ട് 59 വയസ്സ് വരെ ഇക്കണോമിക്കലി പ്രൊഡക്റ്റീവ് ആണ്. ജോലി കിട്ടണം. 25 വയസ്സാവും. 25 വയസ്സ് വരെ പഠിക്കണം, 25 വയസ്സിൽ ജോലി കിട്ടണം, 28-30 വയസ്സിൽ കല്യാണം കഴിക്കണം. ഇതൊക്കെയാണ് സാധാരണ നോംസ് എന്ന് പറഞ്ഞത്. ഇപ്പോൾ മോഡേൺ ഇത് വന്നപ്പോൾ, ലൈഫ് സ്റ്റൈലൊക്കെ വ്യത്യാസം വന്നപ്പോൾ പലവരും മാരേജിന്റെ കാര്യം അവർ പോസ്റ്റ്പോൺ ചെയ്യുന്നത്. ലിവിങ് ടുഗദർ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ദേ ആർ ആക്ച്വലി പോസ്റ്റ്പോണിങ് ദ ബേസിക് ഡ്യൂട്ടി. അത് കല്യാണം കഴിക്കുക, കുട്ടികളെ പിന്നെ പ്രസവിക്കുക, ഇതെല്ലാം അവരിപ്പോൾ അത്ര വലിയ പ്രാധാന്യമൊന്നും കൊടുക്കുന്നില്ല പല യങ്സ്റ്റേഴ്സും. പിന്നെ 60 തൊട്ട് 59 അല്ല, 60 തൊട്ട് 69 ഈ എൽഡർലി ആണ്. above 80 they are known as aged people എന്ന് പറയും. അപ്പോൾ above 60 and 69 they are elderly and they are supposed to be dependents. പക്ഷെ most of the people have some economic activities. അപ്പോൾ അത് കാരണം അത്ര വലിയ ബേർഡൻ ഒന്നും അല്ല. ഇല്ലേ, മുൻകാലങ്ങളിൽ ഇതൊരു വലിയ ബേർഡൻ തന്നെയാണ്. കാരണം ഡിപ്പെൻഡൻസി റേഷ്യോ ഇൻ ഇന്ത്യ ഈസ് വെരി ഹൈ. കാരണം ചിൽഡ്രനും ഓൾഡ് ഏജ് പീപ്പിളും വളരെ കൂടുതലാണ്. അപ്പോൾ മെഡിക്കൽ ഫെസിലിറ്റീസ് ഒക്കെ ഗണ്യമായിട്ട് പുരോഗമിച്ചത് കാരണം the menace of elderly people or aged people, it is very, very high. Therefore, the burden of looking after these dependents depends upon the earning members of the family. ചിലപ്പോൾ 1-2 കുട്ടികളുണ്ടാവുള്ളൂ. അവർക്ക് ഏജ്ഡ് ആയിട്ടുള്ള പേരൻസ് ഉണ്ടെങ്കിൽ മെഡിക്കൽ എക്സ്പെൻസസ് ബിക്കം വെരി വെരി എക്സ്പെൻസീവ്. ഇൻഷുറൻസ് കമ്പനികളൊക്കെ ഇതൊക്കെ പിന്നെ ഇഷ്ടംപോലെ വന്നിട്ടുണ്ടെങ്കിലും ഒന്നാമത്തെ ആളുകളുടെ ഏജ് കൂടുന്തോറും ഇൻഷുറൻസിന്റെ പ്രീമിയം ഗണ്യമായിട്ട് അവർ വർദ്ധിപ്പിക്കും. രണ്ടാമത് പല ഇൻഷുറൻസ് കമ്പനികളെയും മനസ്സിലായോ ഇൻ പേഷ്യൻസിന് മാത്രമേ കൊടുക്കുകയുള്ളൂ. അല്ലാതെ ഏതെങ്കിലും പനിയോ ചുരങ്ങൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടെങ്കിൽ അതിനൊന്നും മരുന്നില്ല, അതിനൊന്നും ഇത് തരില്ല, ഇൻഷുറൻസ് കവറേജ് ഇല്ല. അവിടെ കിടത്തി ചികിത്സിക്കണം. അത് 24 hours കൂടുതലായിരിക്കും. അവിടെ ചെല്ലുമ്പോൾ തല കറങ്ങി ഹോസ്പിറ്റലിൽ വന്ന് കിടന്നുമ്പോൾ അവർ തരില്ല. ചില അസുഖങ്ങൾ, ചില അസുഖങ്ങൾക്ക് മാത്രമേ ഇൻഷുറൻസ് കമ്പനി തരുള്ളൂ. കാരണം തെങ്ങേന്ന് വീണവനും വെള്ളത്തിൽ പോയി പിന്നെ തെങ്ങേന്ന് വീണവനും റോഡ് ആക്സിഡന്റിലൊക്കെ തെങ്ങേന്ന് വീണവനും മരത്തേന്ന് വീണവനും മാങ്ങ പറിക്കാൻ വീഴുന്നവനൊക്കെ വണ്ടി ഇടിച്ചെന്ന് പറഞ്ഞ് ആളുകൾ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അവരിപ്പോൾ ചില അസുഖങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇന്ന ഇതുണ്ടെങ്കിൽ മാത്രമേ ഇൻഷുറൻസ് കവറേജ് കിട്ടുള്ളൂ. ഡിപ്പെൻഡൻസി റേഷ്യോ. ദെൻ പോപ്പുലേഷൻ ഏജിങ്, അത് നമുക്കറിയാം. മനസ്സിലായോ എന്തുകൊണ്ടാണ് പോപ്പുലേഷൻ ഏജിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? പോപ്പുലേഷൻ ഏജിങ്ങിന്റെ പ്രധാനപ്പെട്ട കാര്യം മോസ്റ്റ് ഓഫ് ദ ഡെവലപ്ഡ് ഇക്കോണമീസ്, എല്ലാ ഡെവലപ്ഡ് ഇക്കോണമീസും ഇപ്പോൾ ഫേസ് ചെയ്യുന്ന കാര്യമാണ്. കാരണം ഇന്ന് അവരുടെ രാജ്യത്തിൽ കൂടുതലും യങ്സ്റ്റേഴ്സ് ദേ ആർ ഹാവിങ് ഏജ്ഡ് പീപ്പിൾ. അപ്പൊ ദ ഡിമാൻഡ് ഫോർ ദ ഏജ്ഡ് സ്ട്രക്ചർ, ഏജ്ഡ് പീപ്പിൾ വിൽ ബി മച്ച് ഡിഫറെന്റ് ദാൻ ദ യങ്സ്റ്റേഴ്സ്. യങ്സ്റ്റേഴ്സ് കൂടുതലും മൊബൈലും അതുപോലത്തെ എല്ലാം സയന്റിഫിക് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറെ ഇലക്ട്രോണിക് സാധനങ്ങളും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മറ്റേ പിന്നെ ഫുഡും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുമ്പോൾ ദ എൽഡർലി പീപ്പിൾ വിൽ ബി ആസ്കിങ് ഫോർ വാക്കിംഗ് സ്റ്റിക്സ്, മെഡിസിൻ, വാക്കിംഗ് സ്റ്റിക്സ്. ഇതൊക്കെയാണ് അവരുടെ പ്രധാന ഡിമാൻഡ് വരാൻ പോകുന്നത്. അപ്പോൾ ഈ പോപ്പുലേഷൻ ഏജിങ് ആകുമ്പോൾ അതനുസരിച്ച് അതാത് രാജ്യത്തിനും അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരും. We have to spend more amount on medical health of these aged people. പല ഏജ്ഡ് ആയിട്ടുള്ള ആളുകൾക്കും ഇൻഷുറൻസ് കവറേജ് കുറവാണ്. ഇൻഷുറൻസ് കവറേജ് അവർ തരുന്നില്ല. ഇത്ര ഏജ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഷുറൻസ് കവറേജ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ഇൻഷുറൻസ്, അല്ലെങ്കിൽ സപ്പോസ് യു ആർ കണ്ടിന്യൂയിങ് ദ ഇൻഷുറൻസ് പോളിസി റൈറ്റ് ഫ്രം ദ ബിഗിനിങ്, നിങ്ങൾക്ക് ജോലി കിട്ടി, ഇൻഷുറൻസ് കവറേജ് കിട്ടി, നിങ്ങളുടെ അച്ഛൻ്റെ അമ്മയുടെയൊക്കെ പേര് ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പ്രീമിയത്തിൽ കുറച്ച് വ്യത്യാസം ഉണ്ടാവും. ഇല്ലേ, ഓൾ ഓഫ് എ സഡൻ ഇഫ് യു ആർ ഗോയിങ് ടു ഇൻക്ലൂഡ് ദ എൻറ്റയർ ഫാമിലി അണ്ടർ ദ ഇൻഷുറൻസ് കവറേജ്, ഇറ്റ് ബിക്കംസ് ഹൈലി expensive. So the people above the 60 years and above, they are increasing steadily. The aged population to the total population 1951 5.5 ആയിരുന്നത് 2001 7.5%.
അപ്പോൾ 2018 ലേറ്റസ്റ്റ് ഡേറ്റ് അനുസരിച്ച് നമുക്ക് 8.6% അപ്പോൾ 2059 ആകുമ്പോൾ ജനസംഖ്യയുടെ 71% ഏജഡ് ആയിട്ടുള്ള ആളുകളായിരിക്കും. ഇനി അടുത്തതാണ് പറഞ്ഞത് ഡെമോഗ്രാഫിക് ഡിവിഡൻഡ്. ഇതൊരു ബോണസാണ്. മനസ്സിലായോ? എല്ലാ രാജ്യത്തിനും കിട്ടാത്ത ഒരു അനുഗ്രഹമാണ് ഇത് ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് എന്ന് പറഞ്ഞത്. വാട്ട് ഈസ് ദാറ്റ്? കാരണം എന്തായാലും ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞ പോലെ ഇന്ത്യയിൽ ഏകദേശം 70% ആളുകളും, കാരണം ഇന്ത്യക്ക് വേണമെങ്കിൽ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലേക്കും തൊഴിൽ സപ്ലൈ ചെയ്യാൻ സാധിക്കും. ടെക്നിക്കലും നോൺ ടെക്നിക്കലായിട്ട് സപ്ലൈ ചെയ്യാൻ സാധിക്കും. മറ്റ് രാജ്യങ്ങളിലെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ്? അവർ ഈ പോപ്പുലേഷൻ, ചൈന ഈസ് എക്സ്പീരിയൻസിങ് ദിസ് ഏജിങ് പോപ്പുലേഷൻ. കാരണം അവർ വൺ ചൈൽഡ് നോം കൊണ്ടുവന്നു. പിന്നീട് അവർക്ക് അവരുടെ ഫോളി മനസ്സിലായി, അവരുടെ മഠയത്താൻ അവർക്ക് മനസ്സിലായി. മനസ്സിലായോ? 2 കുട്ടികളുണ്ടെങ്കിൽ ഗവൺമെന്റ് ജോലി കിട്ടില്ല. 2 കുട്ടികളുണ്ടെങ്കിൽ ഗവൺമെന്റ് സ്കൂളിൽ പഠിപ്പിക്കാൻ പറ്റൂല. 2 കുട്ടികളുണ്ടെങ്കിൽ രണ്ടാമത്തെ കുട്ടിക്ക് റേഷൻ കിട്ടൂല. അങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ട് മാറ്റി. ഇന്ത്യയിൽ അതൊന്നുമില്ല. ഇന്ത്യയിൽ പറഞ്ഞ യു എഡ്യൂക്കേറ്റ് ദ മാസസ്, പർട്ടിക്കുലർലി ദ വിമൻ ഫോക്ക്, ദ പോപ്പുലേഷൻ വിൽ കം ഡൗൺ. ഇന്ത്യയുടെ പോളിസി വളരെ വളരെ സക്സസ്ഫുൾ ആയിട്ട് ഇന്ത്യക്ക് അത് കൊണ്ടുപോകാൻ പറ്റും. മറ്റു സ്ഥലത്തൊക്കെ കമ്പൽഷൻ ആയിരുന്നു ടു ബ്രിങ് ഡൗൺ ദ പോപ്പുലേഷൻ. മനസ്സിലായോ? അപ്പോൾ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് മീൻസ് the rapid fertility, the decline in the rapid fertility in some parts of the world has opened up a window of opportunity for achieving faster growth rate in economic and human development. അപ്പോൾ പല രാജ്യത്തെയും ഫെർട്ടിലിറ്റി റേറ്റിലുണ്ടായ കുറവ് മറ്റു പല ഇന്ത്യ പോലത്തെ രാജ്യങ്ങളെ അത് വളരെയധികമായിട്ട് സഹായിച്ചിട്ടുണ്ട്. ഇറ്റ് ഹാസ് എനേബിൾഡ് ഫാസ്റ്റർ ഗ്രോത്ത് റേറ്റ് ഇൻ ഇക്കണോമിക് ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ്. മനസ്സിലായോ? With the steady decline in fertility, there will be fewer children in the age group of 0 to 4. അപ്പോൾ ഫെർട്ടിലിറ്റി കുറയുമ്പോൾ 0 to 4 ആ ഡിപ്പെൻഡൻസി റേഷ്യോ ഗണ്യമായിട്ട് കുറയും. പക്ഷേ എൽഡർലി പീപ്പിളിന്റെ ഇത് ഗണ്യമായിട്ട് കൂടുകയും ചെയ്യും. ഇവരെ നോക്കുന്നതിന് വേണ്ടിയിട്ട് the people in the younger age group, the productive group, the productive part of their life, ആ ആളുകൾ വളരെ ഗണ്യമായിട്ട് വളരെ കുറവായിരിക്കും. അപ്പോ ഈ ഡിവിഡൻഡ് ഇത് നമ്മൾ മുതലെടുക്കണം. ഈ ഒരു അനുഗ്രഹം കാലാകാലത്തോളം ഉണ്ടാവില്ല. ഈ ഒരു അനുഗ്രഹം കാരണം മറ്റു രാജ്യങ്ങൾ ഇതിനെ കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. ചൈന വിഡ്രോ ചെയ്ത് 1 child നോം വിഡ്രോ ചെയ്ത്. മനസ്സിലായോ? അങ്ങനെ വരുമ്പോൾ ദിസ് ഈസ് ദ ഡെമോഗ്രാഫി. നമ്മുടെ ജനസംഖ്യ കൊണ്ട് നമുക്ക് ഉണ്ടായിരിക്കുന്ന ഒരു ബോണസാണ്, ഒരു അനുഗ്രഹമാണ്, ദൈവത്തിന്റെ ഒരു അനുഗ്രഹമാണ്. ഇത് നമ്മൾ മുതലെടുക്കണം. എങ്ങനെയാണ്? ജനങ്ങൾക്ക് നല്ല നല്ല തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ ഇവരൊക്കെ മടിയന്മാരായി ഒരു ജോലിക്കും പോകാതിരിക്കും. ആൻഡ് ദീസ് പീപ്പിൾ ബിക്കം ഓൾഡ് ആയിക്കുമ്പോൾ അവർക്ക് പെൻഷനും കിട്ടൂല, അവർക്ക് ജോലി ചെയ്തിട്ടില്ല, അവർക്ക് പെൻഷനും കിട്ടൂല. they will be in a very very depressive state of affairs. മനസ്സിലായോ? എന്താണ്? The dividends that accrue are high labor supply for larger economic activities. യങ്സ്റ്റേഴ്സ് കൂടുമ്പോൾ ലേബർ സപ്ലൈ നമുക്ക് കൂട്ടാം. fewer children with better health for women's health. Number of children born in the family is low. Number child has become an expensive gift. പണ്ടത്തെ പോലെ ചോദിക്കുമ്പോൾ എന്താണ് ഇത്തരം കുട്ടികൾ? ദൈവം തന്നെ ഞങ്ങൾക്ക് 2 കൈയും വീഴ്ച നീട്ടി ഞങ്ങൾ മേടിച്ചെന്ന് പറഞ്ഞു. ഇതൊന്നുമല്ല. ചൈൽഡ്, ഒരു കുട്ടി, ഫസ്റ്റ് ചൈൽഡ് ഇവിടെ പറയുന്നുണ്ട്. ഞാൻ വേറൊരു ബുക്കിൽ വായിച്ചിട്ടുണ്ട്. The first child is the child of passion and the second child is the child of reason. ആലോചിക്കും, രണ്ടാമത്തെ ഒരു കുട്ടി വേണോ? കാരണം എന്താണ്? എനിക്ക് ലീവ് കിട്ടൂല, മുതലാളി ഭയങ്കര സ്ട്രിക്റ്റ് ആണ്, അത് മാനേജ്മെന്റ് ഭയങ്കര സ്ട്രിക്റ്റ് ആണ്, ഭർത്താവ് പറയും എനിക്ക് ലീവ് കിട്ടൂല. ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ താമസിക്കുന്നത് ചെറിയ ഫ്ലാറ്റിലാണ്, അച്ഛനെയോ അമ്മയോ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഇവിടെയൊക്കെ താമസിക്കാൻ അക്കോമഡേറ്റ് ചെയ്യാനായിട്ടൊന്നും ഇവിടെ സ്ഥലമില്ല, ഇവിടെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് വഴക്കിടാണ്ട് എന്നെ കൊണ്ട് പറ്റിയൊന്നുമില്ല എന്നൊക്കെ പറയുമ്പോൾ they will restrict the number of children. Higher supply then fewer children, better health, education opportunity, join workforce, then larger size of working age adults with larger earnings and larger savings. So 70% of the population in the India, it is good for the last 3 decades. So for the last 3 years, not decades, for the last 3 years, I stock market in the SEBI നോക്കി കഴിഞ്ഞപ്പോൾ അവർ പറയായിരുന്നു, ഏതോ ഒരു ഫിനാൻഷ്യൽ അനാലിസിസ് പറയാൻ, India for the past 3 years has been the
most developing economy in the world. We have overtaken China. About the larger size of the working force, then less investment will be required. Less investment. Children at both micro and macro level. Human development. China improve its ranking in HDI by resorting to one-child norm. Human development index, China in they brought out the decline and increase in the population of working age group. Kerala പോലത്തെ രാജ്യങ്ങളിൽ less than the replacement rate and 2 is 2%. Father, mother, 2 children means replacement rate. Okay, because of fertility decline, increase in population of the aging group. For the last 30 to 40 years, we are getting a lot of opportunities to supply labor. India has become a labor supplier for technical and non-technical, physical and non-physical. So the proportion of those aged below 15 years, they're still 30%, and the proportion of aged above 35 is only 15%, 30%. Baki 70%, they are in the most productive age, which is something that is rare. Urgent, demographic, bonus, opportunity, government generate more and more employment opportunities. Okay, generate employment opportunities, eradicate unemployment, then prioritize the skill, then extend the reach of modern education institutions, etc. Tomorrow we'll see the rest.